ധന്യരായ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, റേഡിയോ വഴിയും മറ്റും ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പുറത്തു ലഭിക്കുന്നതിനും ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നയിക്കുന്നതിനും നമ്മുടെ ഈ ക്ലാസും അതുപോലെ മറ്റു ക്ലാസുകളും അല്ലാഹു നമുക്ക് നിമിത്തമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം നമ്മൾ പരിശുദ്ധ ദീനിനെ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും പറയുന്നതുമൊക്കെ വലിയ രൂപത്തിൽ അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലാർഹമായ കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നേരത്തെ സിറാജുദ്ദീൻ ഖാസിമി സൂചിപ്പിച്ചതുപോലെ പ്രയാസകരമായ പ്രതിസന്ധികളെ തൊട്ട് നമ്മെയും അയാലിനെയും കൂട്ടുകുടുംബത്തെയും ഭാര്യ സന്താനങ്ങളെയും നമുക്ക് വേണ്ടപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ, സ്നേഹിതന്മാർ, ശിഷ്യന്മാർ, ഉസ്താദുമാർ, നാമുമായി ഏതൊക്കെ രൂപത്തിൽ ബന്ധമുള്ള ആളുകളുണ്ടോ, നമ്മെ സഹായിച്ചവർ, സഹകരിച്ചവർ, നമ്മുടെ സംരംഭങ്ങളെ സഹായിച്ചവർ, അവർക്കൊക്കെയും അള്ളാഹു നമ്മോട് ദുആയിനേൽപ്പിച്ചവർ, അവർക്കൊക്കെയും അവരെയൊക്കെയും അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ ചെയ്ത നിഅമത്തുകൾ ജീവിതാന്ത്യം വരെ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട അബ്ദുള്ള 970 ടെക്സ്റ്റ് ചെയ്യണം. ദുൽദുൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണം. കയ്യിലാരാണ് ഉള്ളതെന്ന് ആരെങ്കിലും ഉള്ളവർ ഇന്ന് ഓതേണ്ട ഭാഗം ടെക്സ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, വിഷയം നമുക്ക് നേരെ തുടങ്ങാം. ആമുഖത്തിലേക്ക് നീണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. നമ്മുടെ വിഷയ സംബന്ധിയായി എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത് സംശയം തുടങ്ങി വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാവുന്നതുമാണ്. ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉടനെ തുടങ്ങാം. വലാ യുംനഉ സബിയ്യുൻ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരം ചെറിയ അശുദ്ധി ഉണ്ടായിരിക്കെ നിഷിദ്ധമായ കാര്യങ്ങളാണ്. ചെറിയ അശുദ്ധി ഉള്ളവന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതിൽ പ്രധാനമായും പറഞ്ഞു മുസ്ഹഫ് ചുമക്കുക, മുസ്ഹഫ് തൊടുക. എന്നാൽ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനാവശ്യാർത്ഥം അവർക്ക് വുളൂ ഇല്ലാതെ അവർക്ക് ഖുർആൻ തൊടുന്നതിനും ചുമക്കുന്നതിനും ഒന്നും പ്രശ്നമില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയ വസ്തുതയാണ്. കാരണം നമ്മുടെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളുടെ കയ്യിൽ അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് വന്ന് മഗ്‌രിബ് ഇശാന്റെ ഇടയിലൊക്കെ നമ്മുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ വുളൂ ഉണ്ടാവാറില്ല. നമ്മളും അത് ശ്രദ്ധിക്കാറില്ല. കാരണം അവർക്ക് വുളൂ നിർബന്ധമില്ല. വലാ യുംനഉ സബിയ്യുൻ മുമയ്യിസുൻ, ഒരു മുമയ്യിസായ കുട്ടിയെ തടയപ്പെടുന്നതല്ല. മുമയ്യിസായ കുട്ടിയെ തടയപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ തടയപ്പെടുന്നതല്ല. മുഹ്ദിസുൻ, അശുദ്ധിക്കാരനായ മുമയ്യിസായ കുട്ടിയെ തടയപ്പെടുകയില്ല. വലൗ ജുനുബൻ, ആ കുട്ടി ജനാബത്തുകാരനാണെങ്കിലും. ചെറിയ കുട്ടി എങ്ങനെയാണ് ജനാബത്താവുക എന്ന് ചോദ്യവും അതിന് ആൻസറൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മൾ അങ്ങനെ ഡീപ്പായി പഠിക്കാത്തത് കൊണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ. വലൗ ജുനുബൻ, ജനാബത്തുകാരനാണെങ്കിലും ചെറിയ അശുദ്ധിക്കാരനായ മുമയ്യിസായ വകതിരിവുള്ള കാര്യങ്ങൾ സ്വന്തമായി മലമൂത്ര വിസർജന ശുദ്ധീകരണവും മറ്റുമൊക്കെ ചെയ്യാൻ പാകത്തിലുള്ള മുമയ്യിസായ കുട്ടിയെ തടയപ്പെടുകയില്ല. ഹംല വലാ യുംനഉ സബിയ്യുൻ ഹംല വ മസ്സ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലത്തത് തൊടുന്നതിന് തൊട്ടും ചുമക്കുന്നതിന് തൊട്ടും തടയപ്പെടുകയില്ല, തടയപ്പെടേണ്ടതില്ല. എന്തിനു വേണ്ടി? നമ്മുടെ വീട്ടിൽ വൃത്തിയാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കാനോ മറ്റോ അല്ല. ലി ഹാജത്തി തഅല്ലുമിഹി, അവന്റെ പഠന ആവശ്യത്തിന് വേണ്ടി. തഅല്ലുമിഹി വദർസിഹി, അവന്റെ പഠന ആവശ്യത്തിന് വേണ്ടിയും വദർസിഹി, അവന്റെ പഠന ആവശ്യത്തിന് വേണ്ടി. തഅല്ലുമും ദർസും ഏകദേശം ഒന്ന് തന്നെ. പഠന ആവശ്യങ്ങൾക്കു വേണ്ടി. വസീലത്തിഹിമ, അപ്രകാരം അവ രണ്ടിന്റെയും മാധ്യമങ്ങൾക്കു വേണ്ടി, പഠിക്കാനും ഓതാനും തുടങ്ങി അതിന്റെ മാധ്യമങ്ങൾക്കു വേണ്ടി. വസീലത്തിഹിമ, അവ രണ്ടിന്റെയും വസീലക്കു വേണ്ടി എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് കഹംലിഹി ലിൽ മക്തബി, അവൻ പാഠശാലയിലേക്ക് അത് കൊണ്ടുപോകുന്നത് പോലെ.
വൽ ഇത്യാനി ബിഹി ലിൽ മുഅല്ലിമി, അതുമായി മുഅല്ലിമിനെ സമീപിക്കുന്നത് പോലെ, വൽ ഇത്യാനി ബിഹി ഖുർആനുമായി സമീപിക്കുന്നത് പോലെ ലിൽ മുഅല്ലിമി മുഅല്ലിമിന് അരികിലേക്ക്. എന്തിന്? ലിയുഅല്ലിമഹു മിൻഹു, മുഅല്ലിമിൽ നിന്നും അതിനെ പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മുഅല്ലിം അവനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം വുളു ഇല്ലാതെ തൊടാൻ പറ്റില്ല, എന്നാൽ പഠിക്കുന്ന കുട്ടിക്ക് വുളു ഇല്ലാതെ തൊടാവുന്നതാണ് എന്നർത്ഥം. വലാ യുംനഉ സബിയ്യുൻ മുമയ്യിസുൻ മുഹ്ദിസുൻ, അശുദ്ധിക്കാരനായ വകതിരിവുള്ള തമ്മീസുള്ള കുട്ടിയെ തടയപ്പെടുന്നതല്ല ആ അശുദ്ധി. വലവ് ജുനുബൻ, ജനാബത്തുകാരനാണെങ്കിലും തടയപ്പെടില്ല. ഹംല വ മസ്സ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലോത്തത് സ്പർശിക്കുന്നതിനെ തൊട്ടും തൊടുന്നതിനെ തൊട്ടും തടയപ്പെടുകയില്ല. ലിഹാജത്തി തഅല്ലുമിഹി വ ദർസിഹി, അവന്റെ പഠനത്തിന് വേണ്ടിയും അവന്റെ ഖുർആൻ ഓതുന്നതിന് വേണ്ടിയും. തഅല്ലുമ് ദർസ് ഏകദേശം ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. തഅല്ലുമിഹി വ ദർസിഹി, തഅല്ലുമ് എന്ന് പറഞ്ഞാൽ നേരെ എല്ലാ അർത്ഥവും പഠിക്കുക, വീണ്ടും വീണ്ടും ഓതുക, അതൊക്കെ പെടും. ദർസാകുമ്പോൾ ഒന്നുകൂടി ഖാസായ പ്രയോഗമായിരിക്കും. അതായത് ദർസാകുമ്പോൾ അത് നേരെ ഓതിക്കൊടുക്കുക, കേൾക്കുക, ഇത് മാത്രം. വസീലത്തിഹിമ, അവ രണ്ടിന്റെയും മാധ്യമങ്ങൾക്ക് വേണ്ടിയും. അവ രണ്ടിന്റെയും മാധ്യമം എന്ന് പറഞ്ഞ ഉദാഹരണം കഹംലിഹിലിൽ മക്തബി, പാഠശാലയിലേക്ക് ഖുർആൻ ചുമക്കുന്നത് പോലെ. വൽ ഇത്യാനി ബിഹി, ആ ഖുർആനിനെ കൊണ്ടുവരുന്നത് പോലെ. ലിൽ മുഅല്ലിമി, മുഅല്ലിമിന്റെ അരികിലേക്ക്. ലിയുഅല്ലിമഹു മിൻഹു, ഖുർആനിൽ നിന്നും മുഅല്ലിം അവനെ പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ അതിനൊക്കെ കുട്ടികളെ തൊടാവുന്നതാണ്. അതേസമയം നമ്മുടെ വീട്ടിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും വെച്ച ഖുർആൻ എടുത്തു മാറ്റി വെക്കാനും മറ്റൊന്നും പാടില്ല. കാരണം അത് അവരുടെ പഠന ആവശ്യമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മുമയ്യിസ് അല്ലാത്ത കുട്ടിക്ക് ഖുർആൻ സൗകര്യപ്പെടുത്തി കൊടുക്കാമോ? വയഹ്റുമു തംകീനു ഗൈരിൽ മുമയ്യിസി, മുമയ്യിസ് അല്ലാത്ത കുട്ടിക്ക് സൗകര്യപ്പെടുത്തൽ ഹറാമാണ്. മിൻ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലാത്തതിനെ തൊട്ട്. മുസ്ഹഫ് പോലാത്തതിനെ തൊട്ട് മുമയ്യിസ് അല്ലാത്ത കുട്ടിക്ക് സൗകര്യപ്പെടുത്തൽ ഹറാമാണ്. തുണി ഉപയോഗിച്ച് തൊടാമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. തൊടുക എന്ന പ്രവൃത്തി നടക്കുന്നെങ്കിൽ തുണി ഉപയോഗിച്ചാലും പറ്റൂല. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു, ഖുർആനിന് വേണ്ടി, ഖുർആൻ വെക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട പെട്ടി അല്ലെങ്കിൽ കവറ് പോലോത്തതൊക്കെ തൊടുന്നതിന് വേണ്ടി വുളൂ വേണം, ഖുർആൻ അതിലുണ്ടെങ്കിലും. അപ്പോൾ സ്വാഭാവികമായും തുണി പോലോത്ത ഉപയോഗിച്ച് തൊടുന്നതും ഒരേ നിയമം തന്നെയാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഖുർആൻ നേരെ തുണിയല്ല, നേരെ തൊടുന്നതിനും മറയോടുകൂടി തൊടുന്നതിനും മറയില്ലാതെ തൊടുന്നതിനും നിയമം ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അല്ല, ചോദ്യം അടക്ക്. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ ഇനി വയഹ്റുമു തംകീനു ഗൈരിൽ മുമയ്യിസി, അങ്ങനെ മുമയ്യിസ് അല്ലാത്ത കുട്ടിയെ സൗകര്യപ്പെടുത്തൽ ഹറാമാണ്. മിൻ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലാത്തതിനെ തൊട്ട്. ചെറിയ കുട്ടികൾ 2, 3, 4 വയസ്സുള്ള കുട്ടികളൊക്കെ നമ്മൾ ഖുർആൻ എഴുതാനിരിക്കുമ്പോൾ സ്വാഭാവികം കുട്ടികൾ പിടിച്ചു പറിക്കാനൊക്കെ ശ്രമിക്കും. അത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളല്ലേ ഖുർആനല്ലേ എന്ന് കരുതി അങ്ങ് കൊടുക്കരുത്. വേറെയും ഖുർആൻ ഇനിയും വിദേശത്ത് നിന്ന് കൊണ്ടുവരാലോ, വിദേശത്ത് നിന്ന് സൗജന്യമായി ലഭിക്കുമല്ലോ എന്നൊന്നും കരുതി കുട്ടികൾക്ക് ഖുർആൻ പോലാത്തത്, ഇൽമ് പോലാത്തതൊന്നും കൊടുക്കാൻ പറ്റില്ല, ഹറാമാണ്. സൂക്ഷിക്കേണ്ട നമ്മളാണ്. കുട്ടികൾ ഭാഷ പഠിക്കുന്നു എന്ന് കരുതി അതിന്റെ പിന്നിൽ നമ്മൾ അടങ്ങിയിരിക്കരുത്. നമ്മളത് വാങ്ങി വെക്കുക, കുട്ടികളെ ആ നിലക്ക് ശീലിപ്പിക്കുക. വയഹ്റുമു തംകീനു ഗൈരിൽ മുമയ്യിസി, മുമയ്യിസ് അല്ലാത്തവരെ സൗകര്യപ്പെടുത്തൽ ഹറാമാണ്. മിൻ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലാത്തതിനാൽ. വലൗ ബഅദ ആയത്തിൻ, അതൊരു ആയത്തിന്റെ അല്പഭാഗം, ആയത്തിൽ കുർസിയുള്ള ഭാഗമോ അല്ലെങ്കിൽ യാസീൻ മാത്രം വരുന്ന ഭാഗമാണോ, എന്താണെങ്കിലും ശരി, മുസ്ഹഫ് പോലാത്തതിനെ തൊട്ട് മുമയ്യിസായ കുട്ടിക്ക് സൗകര്യപ്പെടുത്തൽ ഹറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വകിതാബത്തുഹു ബിൽ അജമിയ, ഖുർആൻ എഴുതലും ഹറാമാണ്. ബിൽ അജമിയ, അനറബി ഭാഷയിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ മലയാളത്തിലും മലയാള യാസീനുകളൊക്കെ ധാരാളം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷാഫി മദ്ഹബിലെ വളരെ പ്രബലമായ അഭിപ്രായ പ്രകാരം ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂം റഹിമഹുല്ല പറഞ്ഞു, വകിതാബത്തുഹു, ഖുർആൻ എഴുതലും ഹറാമാണ്. ബിൽ അജമിയത്തി, അനറബി ഭാഷയിൽ. ചില ആളുകൾക്കൊക്കെ മലയാളം അറിയാത്തതിന്റെ പേരിലോ മറ്റോ ആണ് മലയാള യാസീൻ പോലും നമ്മുടെ നാടുകളിൽ വ്യാപിക്കുകയാണ്. മലയാള യാസീൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്. സത്യത്തിൽ ഈ 9,000-ത്തിലധികം മദ്രസകൾ നിലകൊള്ളുന്ന
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ തന്നെ ഏകദേശം 10,000-ഓളവും മറ്റു ചില മദ്രസ ബോർഡുകളൊക്കെ കൂടി 1,500-2,000 കൂട്ടിയാൽ ഇതൊക്കെയും നിലകൊള്ളുന്ന ഈ കേരളക്കരയിൽ തന്നെ ഖുർആൻ മലയാളത്തിൽ ഓതുന്ന, അറബിയിൽ ഓതാൻ അറിയാത്തൊരു വിഭാഗം വളരുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതൊരു വസ്തുതയാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. ഏതായാലും പറഞ്ഞു വന്നത് അങ്ങനെ അനറബിയിൽ ഖുർആൻ എഴുതൽ ഹറാമാണെന്നതാണ് പ്രബല അഭിപ്രായം. വകിതാബത്തുഹു ബിൽ അജമിയ്യത്തി, അനറബിയിൽ ഖുർആൻ ഓതലും ഹറാമാണ്. വവൽഉ നഹ്വി ദിർഹമിൻ, ഖുർആൻ പോലോത്തത് വെക്കലും ഹറാമാണ്. ഫി മക്തൂബിഹി, ഖുർആൻ എഴുതപ്പെട്ടതിൽ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ സ്ഥലങ്ങളിൽ ഖുർആനിലും മറ്റും പണം വെക്കുക, അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട വസ്തുക്കൾ വെക്കുക, അതും ഹറാമാണ്. വവൽഉ നഹ്വി ദിർഹമിൻ, ദിർഹം പോലോത്തത് വെക്കലും ഹറാമാണ്. ഫി മക്തൂബിഹി, ഖുർആൻ എഴുതപ്പെട്ട ഭാഗത്ത്. വഇൽമിൻ ശർഇയ്യിൻ, അപ്രകാരം ശർഇയായ ഇൽമിലും മറ്റു കിതാബുകളിലും മറ്റൊക്കെ ദിർഹം പോലോത്തത് വെക്കലും ഹറാമാണ്. അപ്രകാരം തന്നെ എഴുതപ്പെട്ട സ്ഥലം തന്നെ ആവണമെന്നില്ല. എഴുതപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞത് ഖുർആൻ എഴുതിയ ഭാഗം. ഇനി എഴുതാത്ത ഭാഗമായ അതിന്റെ കടലാസുകൾക്കിടയിൽ വെക്കല. ഇപ്രകാരം തന്നെ ജഅലുഹു ബൈന ഔറാഖിഹി, ഖുർആനിന്റെ കടലാസുകൾക്കിടയിൽ വെക്കലും ഹറാമാണ്. എഴുതാത്ത ഭാഗം ഉണ്ടാവും ഖുർആന്റെ കടലാസുകൾക്കിടയിൽ, അവിടെയും വെക്കൽ ഹറാമാണ്. ഖിലാഫൽ ശൈഖിന, ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന അവർക്ക് എതിരായ ഹാലിൽ ശൈഖുന പറയുന്ന ഔറാഖിന്റെ ഇടയിൽ വെക്കാം എന്നതാണ് ശൈഖുനായുടെ അഭിപ്രായം. ഖിലാഫൽ ശൈഖിന. വതംസീഖുഹു, ഖുർആൻ പറിക്കലും ഖുർആൻ പിച്ചിച്ചീന്തലും ഹറാമാണ്. അഡഫൻ, വെറുതെ ഖുർആൻ എഴുതിയ കടലാസ് വെറുതെ വെച്ച് കീറുക. വതംസീഖുഹു, അതിനെ കീറലും അതിനെ പിച്ചിച്ചീന്തലും ഹറാമാണ്. അഡഫൻ, വെറുതെ. ഖുർആൻ വളരെ സൂക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് കണ്ടാൽ കീറല്ല വേണ്ടത്, വളരെ ഭംഗിയായ രൂപത്തിൽ അതിനെ കത്തിക്കുകയോ മറ്റോ ആണ് വേണ്ടത്. അല്ലാതെ അതിനെ പിച്ചിച്ചീന്താൻ പാടില്ല, കീറാൻ പാടില്ല, ഹറാമാണ്. വതംസീഖുഹു അബസൻ, വെറുതെ അതിന് ഖുർആന്റെ കടലാസുകളെ ഖുർആനിനെ പിച്ചിച്ചീന്തലും ഹറാമാണ്. അപ്രകാരം വബൽഉ മാ കുതിബ അലൈഹി, ഖുർആൻ എഴുതപ്പെട്ട ഒന്ന് വിഴുങ്ങലും ഹറാമാണ്. ഖുർആൻ എഴുതപ്പെട്ട നേരെ തന്നെ അങ്ങ് ചെയ്യാ, വിഴുങ്ങ, അത് പറ്റില്ല. ഖുർആൻ എഴുതപ്പെട്ടത് വിഴുങ്ങലും ഹറാമാണ്. ലാ ശുർബു മഹ്വിഹി, ഖുർആൻ എഴുതപ്പെട്ടത് മായ്ച്ചത് കുടിക്കലല്ല, അത് കുഴപ്പമില്ല, നല്ലതുമാണ്. ലാ ശുർബു മഹ്വിഹി, ഖുർആൻ എഴുതപ്പെട്ടത് മായ്ച്ചത് കുടിക്കലല്ല. അതിനാണ് നമ്മൾ നേരെ മഷി അങ്ങനെ തന്നെ ആകാതെ മഷിയെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുടിക്കുക, മായ്ച്ചു കുടിക്കാതാണ് സംഭവം നടക്കുന്നത്. വബൽഉ മാ കുതിബ അലൈഹി, ഖുർആൻ എഴുതപ്പെട്ടത് വിഴുങ്ങൽ ഹറാമാണ്. ലാ ശുർബു മഹ്വിഹി, അത് മായ്ച്ചത് കുടിക്കലല്ല, അതും അത് ഹറാമല്ല. വമദ്ദു റിജ്ലി, കാല് നീട്ടലും ഹറാമാണ്. ലിൽ മുസ്ഹഫി, മുസ്ഹഫിലേക്ക്, മുസ്ഹഫിന്റെ ഭാഗത്തേക്ക് കാല് നീട്ടുക. മാലം യക്കുൻ, മുസ്ഹഫ് ആയിട്ടില്ലെങ്കിൽ, അലാ മുർത്തഫിൻ, ഉയരുന്ന ഭാഗത്തിന്മേലായിട്ടില്ലെങ്കിൽ. ഉദാഹരണത്തിന് പള്ളിയിലൊക്കെ കാണാം, പള്ളിയുടെ കൃത്യമായ ഷോക്കേസിൽ അല്ലെങ്കിൽ കൃത്യമായ ഷെൽഫിലൊക്കെ ഖുർആൻ ഉണ്ടാവും. അപ്പൊ ആ ഭാഗത്തേക്ക് കാല് നീട്ടുന്നതിനെ കുറിച്ചല്ല. ഖുർആൻ എവിടെയാണോ ഉള്ളത് അതിന് നേരെ ഇപ്പുറത്ത് നമ്മൾ നിന്ന് കാല് നീട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വമദ്ദുർ റിജ്ലി, കാല് നീട്ടലും ഹറാമാണ്. ലിൽ മുസ്ഹഫി, മുസ്ഹഫിന്റെ ഭാഗത്തേക്ക്. മാലം യക്കുൻ, ഖുർആൻ ആയിട്ടില്ലെങ്കിൽ, ഖുർആൻ ആവാത്ത കാലത്തോളം. അലാ മുർത്തഫി, ഉയർന്ന സ്ഥലത്തിന്മേൽ ആവാത്ത കാലത്തോളം. ഖുർആൻ ഉയർന്ന ഭാഗത്തിന്മേലല്ലെങ്കിൽ കാല് നീട്ടലും ഹറാമാണ്. ഖുർആൻ ഓതുമ്പോഴൊക്കെ കാല് നീട്ടുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്, അതും ഏകദേശം ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഖുർആൻ ഓതുമ്പോൾ കാല് നീട്ടി ഇരുത്തുന്ന അത്ര ഉചിതമായ ഇരുത്തങ്ങളല്ല, വളരെ ആദരവോടെ ഇരിക്കണം ഖുർആന്റെ മുന്നിൽ. പ്രത്യേകിച്ച് മാത്രമല്ല, വയുസന്നുൽ ഖിയാമു ലഹു, ഖുർആനിന് വേണ്ടി നിൽക്കൽ സുന്നത്താണ്. ഖുർആനെ ബഹുമാനിക്കൽ സുന്നത്താണ്. ഏതുപോലെ തന്നെ കൽ ആലിമി, പണ്ഡിതനെ ബഹുമാനിക്കുന്നത് പോലെ ഒരു പണ്ഡിതൻ കടന്നു വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും, അത് സുന്നത്തായ കാര്യം. എന്നതുപോലെ തന്നെ ഖുർആൻ അതിനേക്കാളും വൽ ഔല, പണ്ഡിതനേക്കാളും ആദരിക്കേണ്ടതാണല്ലോ ഖുർആൻ. ആ നിലക്ക് ഖുർആനിന് വേണ്ടി എഴുന്നേൽക്കലും സുന്നത്താണ്. വയുക്റഹു, കറാഹത്താക്കപ്പെടും. ഹർഖു മാ കുതിബ അലൈഹി, ഖുർആൻ എഴുതപ്പെട്ട ഒന്ന് കരിക്കൽ കറാഹത്താണ്. ഇല്ലാലി ഗറദിൻ, ആവശ്യങ്ങളില്ലാതെ വെറുതെ ഖുർആൻ എഴുതപ്പെട്ടത് കരിക്കൽ ഹറാമാണ്, അല്ല കറാഹത്താണ്. അതേസമയത്ത് എന്തെങ്കിലും ഇല്ലാലി ഗറദി, അടുത്ത ഭാഗം ടെക്സ്റ്റ് ചെയ്യണം. വയുക്റഹു, കറാഹത്താക്കപ്പെടും. ഹർഖു മാ കുതിബ അലൈഹി, ഖുർആൻ എഴുതപ്പെട്ട ഒന്ന് കരിക്കൽ കറാഹത്താകും. ഇല്ലാലി ഗറദി, അബ്ദുല്ലാ 970 അതന്നെയാണ് വീണ്ടും ടെക്സ്റ്റ് ചെയ്തത്, അതല്ല വേണ്ടത് അടുത്ത ഭാഗം. വയുക്റഹു, കറാഹത്താക്കപ്പെടും.
ഹർക്കു മാ കുതിബ ഹർക്കു മാ കുതിബ അലൈഹി, ഖുർആൻ എഴുതപ്പെട്ടത് കരിക്കൽ കറാഹത്താണ്. ഇല്ലാലി ഗറളി നഹ്വി സിയാനത്തിൻ, സൂക്ഷിക്കൽ പോലത്തെ ലക്ഷ്യത്തിന് വേണ്ടി ഒഴികെ. ഇത് ഖുർആൻ സൂക്ഷിക്കാൻ ധാരാളം ഖുർആൻ ഉണ്ട്, ഇതാണെങ്കിൽ പഴകിയിട്ടുണ്ട്, ഇതിൽ കൂടുതൽ സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കത്തിക്കാം. ഇല്ലാലി ഗറളി നഹ്വി സിയാനത്തിൻ, കത്തിക്കൽ സൂക്ഷിക്കൽ പോലത്തെ ലക്ഷ്യത്തിന് വേണ്ടിയല്ലാതെ കറാഹത്താണ്. ഫഗസ്ലുഹു, എന്നാൽ തന്നെ കത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഫഗസ്ലുഹു, ആ ഖുർആൻ എഴുതപ്പെട്ടത് കഴുകലാണ്. ഔലാ മിൻഹു, കത്തിക്കുന്നതിനേക്കാൾ നല്ലത്. പഴയ കാലത്തൊക്കെ പ്രത്യേകിച്ച് മഷി കൊണ്ട് എഴുത്താകുമ്പോൾ ഈ മഷിയെ വേണമെങ്കിൽ കഴുകാവുന്നതാണ്. അങ്ങനെ കഴുകാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ കത്തിക്കലാണ് നല്ലത്, കത്തിക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഇത്ര നേരവും പറഞ്ഞത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ അശുദ്ധി കൊണ്ടും ഹറാമാകും. ഇനി വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന ചില കാര്യങ്ങളെ മുസന്നിഫ് റഹിമഹുല്ല പരിചയപ്പെടുത്തുകയാണ്. വയഹറുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാകും, വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകും. അൽ മുക്സു ഫിൽ മസ്ജിദി, പള്ളിയിൽ താമസിക്കൽ. ജനാബത്തുള്ളവന് പള്ളിയിൽ താമസിക്കാൻ പറ്റൂല. അതാണ് പള്ളിയും വീടും തമ്മിലുള്ള വലിയ കാര്യമായ മാറ്റം. മുമ്പ് ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട PKP ഉസ്താദ് പള്ളിയുടെ ഉദ്ഘാടനത്തിൽ വന്നിട്ട് പ്രസംഗിച്ചു. ഈ പള്ളിയും ആ ബിൽഡിംഗും ഈ പള്ളിയും സമീപത്തുള്ള വീടിലേക്ക് ചൂണ്ടി പറഞ്ഞു, ഈ പള്ളിയും ആ വീടും തമ്മിലുള്ള വ്യത്യാസം. ഈ പള്ളി നിർമ്മിച്ചത് കല്ലുകൊണ്ടാണ്, പൊഴികൾ കൊണ്ടാണ്, ജില്ലികൾ കൊണ്ടാണ്, എല്ലാം അങ്ങനെയാണ്. ആ വീടിന്റെ നിർമ്മാണത്തിനും ഇതേ വസ്തുക്കൾ, ഇതേ മെറ്റീരിയൽസുകളാണ് ഉപയോഗിച്ചത്. എന്നാൽ ഈ പള്ളി ആദരണീയമാണ്, അതിനത്ര ആദരവില്ല. ഈ പള്ളിയിൽ വലിയ അശുദ്ധിക്കാരന് പ്രവേശിക്കാൻ പറ്റില്ല. ആ വീട് പലപ്പോഴും വലിയ അശുദ്ധിക്കാരന്റേതാണ്, വലിയ അശുദ്ധിക്കു വേണ്ടി നിർമ്മിക്കപ്പെടുന്നതാണ് എന്ന് പോലും ബഹുമാനപ്പെട്ട PKP ഉസ്താദ് പറഞ്ഞപ്പോഴാണ് അതിന്റെ വിഷയം ഓർക്കുന്നത്. പള്ളിയുടെ ആദരവ് അങ്ങനെയാണ്, വീടിന് ആദരവില്ല. വയഹ്റുമു ബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാകും. അൽ മുക്സു ഫിൽ മസ്ജിദി, പള്ളിയിൽ താമസിക്കൽ. ഖിറാഅത്തു ഖുർആനിൻ, മാത്രമല്ല ഖുർആൻ ഓതലും ഹറാമാണ്. ബിഖസ്ദിഹി, ഖുർആൻ എന്ന ലക്ഷ്യത്തോടെ ഖുർആൻ ഓതലും ഹറാമാണ്. ഖുർആൻ ഓതുകയാണ്, ഖുർആൻ പാരായണം ചെയ്യുകയാണ് എന്ന ലക്ഷ്യത്തോടെ ഖുർആൻ ഓതലും ഹറാമാണ്. വലൗ ബഅള ആയത്തിൻ, ഒരു ആയത്തിന്റെ അല്പമാണെങ്കിലും. എങ്ങനെ ഓതൽ? ബിഹൈസു യുസ്മിഉ നഫ്സഹു, അവന്റെ ശരീരത്തെ കേൾപ്പിക്കുന്ന രൂപത്തിൽ, അവന്റെ ശരീരത്തെ കേൾപ്പിക്കുന്ന രൂപത്തിൽ ആയത്തിന്റെ അല്പമാണെങ്കിലും ഖുർആനാണെന്ന ലക്ഷ്യത്തോടെ ഓതൽ ഹറാമാണ്. വലൗ സബിയൻ, അവൻ കുട്ടിയാണെങ്കിലും ശരി, ഖുർആൻ ഓതുക എന്ന ലക്ഷ്യത്തോടെ ഓതൽ ഹറാമാണ്. ഖിലാഫൻ ലിമാ അഫ്താ ബിഹിൻ നവവിയു, ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല ഫത്വ കൊടുത്തതിന് എതിരായ നിലയിൽ നവവി ഇമാമ് കുട്ടികൾക്കാവാം എന്നൊരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ആ ഖിലാഫൻ ലിമാ അഫ്താഹുൻ നവവിയു, ഇമാം നവവി റഹിമഹുല്ല ഫത്വ കൊടുത്തതിന് എതിരായ നിലയിൽ ഫത്വ മഹാനവറുകൾ പറഞ്ഞു, കുട്ടികളാണെങ്കിൽ ജനാബത്തോടുകൂടി ഖുർആൻ ഓതൽ അനുവദനീയമാണ്, പള്ളിയിൽ താമസിക്കലും അനുവദനീയമാണെന്ന ഫത്വ ബഹുമാനപ്പെട്ട ഇമാം നവവി നൽകിയിട്ടുണ്ട്. എന്നാൽ വലിയ അശുദ്ധിയുടെ മറ്റൊരു ഭാഗമാണ് ഹൈള്, സഹോദരിമാർക്കുണ്ടാകുന്ന ഹൈള്, ഋതുരക്തം. ഈ ഹൈള് പോലോത്തത് കൊണ്ട് ഹറാമാകും. ഹൈള് പോലോത്തത് കൊണ്ട് ഹറാമാകും. ലാ ബിഖുറൂജി തൽഖിൻ, തൽഖ് പുറപ്പെടൽ കൊണ്ടല്ല. തൽഖ് എന്ന് പറഞ്ഞാൽ പ്രസവ വേദനയോട് അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ വരുന്ന രക്തത്തിനൊക്കെയാണ് തൽഖ് എന്ന് പറയാം. തൽഖ് രക്തം പുറപ്പെടൽ കൊണ്ട് പ്രശ്നമല്ല. ഹൈള് രക്തം പുറപ്പെടൽ കൊണ്ട് അല്ലെങ്കിൽ നിഫാസ് രക്തം പുറപ്പെടൽ കൊണ്ട് ഹറാമാകും. എന്ത്? സ്വലാത്തുൻ, നിസ്കാരം ഹറാമാണ്. വഖിറാഅത്തുൻ, ഓതൽ ഹറാമാണ്. വസൗമുൻ, നോമ്പ് ഹറാമാണ്. വയജിബു ഖലാഉഹു, നോമ്പ് ഖലാഉ വിട്ടൽ നിർബന്ധമാണ്. ലസ്വല, നിസ്കാരം നിർബന്ധമില്ല. അല്ലെ? നോമ്പ് ഖലാഉ വിട്ടണം, നിസ്കാരം ഖലാഉ വിട്ടൽ നിർബന്ധമില്ല. ബൽ എന്നല്ല, യഹ്റുമു ഖലാഉഹ, നിസ്കാരം ഖലാഉ വിട്ടൽ ഹറാമാണ്. അലൽ ഔജഹി, ഒരു പെണ്ണ് തന്റെ ഹൈള് കാലയളവ് നിസ്കാരമൊക്കെ ഖലാഉ വിട്ടാന്ന് പറഞ്ഞ നല്ല ഏർപ്പാടല്ല. കാരണം ശറഅ് പറഞ്ഞു വേണ്ട, പിന്നീട് ചെയ്യാൻ പോണ്ട, നല്ല കാര്യമല്ലേ, നിസ്കാരം ഖലാഉ വിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഹ്റുമു ഖലാഉഹു, നിസ്കാരം ഖലാഉ വിട്ടൽ ഹറാമാണ്. അലൽ ഔജഹി, പ്രബല അഭിപ്രായ പ്രകാരം.
നല്ല കാര്യമാണല്ലോ, സുന്നത്തൊക്കെ ആണല്ലോ, സുന്നത്താണെന്ന് കരുതി ചെയ്യരുത്. ഹൈലുകാരിക്ക് അങ്ങനെ ചെയ്യൂല. നമ്മളെ വർത്തമാനകാലത്തിലെ ആളുകളൊന്നും കഴിവതും ഉള്ള നിസ്കാരം തന്നെ എങ്ങനെയും ഒഴിവാക്കി കിട്ടാനുള്ള പദ്ധതി ആലോചിക്കുമ്പോൾ സ്വാഭാവികമായി ചെയ്യൂല. എന്നാൽ പോലും ചില നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന സഹോദരിമാർ അങ്ങനെ കരുതിപ്പോയാലോ? അതുകൊണ്ട് പറയാണ് യഹ്റുമു ഖളാഉഹാ, നിസ്കാരം ഖളാ ചെയ്യൽ ഹറാമാണ്. ആർക്ക്? ഹൈലുകാരിക്ക്. അലിൽ ഔജഹി, പ്രബല അഭിപ്രായ പ്രകാരം. ഈ വിഷയത്തോടുകൂടി ചെറിയ അശുദ്ധിയുമായി ബന്ധപ്പെട്ട വിവരവും വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാരണങ്ങളും സൂചിപ്പിച്ചു കഴിഞ്ഞു. നിസ്കാരത്തിന്റെ ഷർത്ത് എത്രയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഒന്ന് ടെക്സ്റ്റ്. അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ തുടക്കം. കിതാബ് ഫത്ഹുൽ മുഈൻ ഇങ്ങനെയാണ് ആരംഭിച്ചത്. ബാബ് കിതാബു സ്വലാ എന്ന് പറഞ്ഞു. എന്നിട്ട് നിസ്കാരം ആർക്കാണ് നിർബന്ധം എന്ന് പറഞ്ഞു. നിസ്കാരം ഉപേക്ഷിച്ചാലും മറ്റുണ്ടാകുന്ന പ്രശ്നങ്ങളും പറഞ്ഞു. ശേഷം നമസ്കാരത്തിന്റെ ഷർത്തുകൾ ഇന്നതാണെന്ന് പറഞ്ഞു. ഇത്രയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ, എല്ലാവർക്കും അറിയുന്ന തന്നെ. എന്നാലും നമ്മൾ പരസ്പരം ഒരു ക്ലാസ് മോഡൽ നിർവഹിക്കപ്പെടുമ്പോഴുള്ള ഒരു ഔദ്യോഗികതയ്ക്ക് വേണ്ടി മാത്രമാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന വർത്താനാണ്. എന്നാലും ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. നിസ്കാരത്തിന്റെ ഷർത്ത് 5 അല്ലെ? ആർക്കും അതിൽ തർക്കമൊന്നുമില്ല. എല്ലാവരും അതിൽ നല്ല ബോധവാന്മാരാണ്. പ്രത്യേകിച്ച് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പുസ്തകം പഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും തർക്കമൊന്നും ഉണ്ടാകൂല. കൃത്യമായി പഠിക്കും. അതുപോലെ നമ്മുടെ മക്കളും അങ്ങനെ പഠിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നാഫിആയ ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യും. ഏതായാലും 5 അല്ലെ? ഈ 5 ഷർത്തുകളിൽ ഒന്നാമത്തേതാണ് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. എന്നിട്ട് പറഞ്ഞു ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവാനുള്ള മാർഗം അത് വുളു ആണ്. വുളുവിന്റെ ഷർത്ത് 5 ആണ്. കുളിയുടെ ഷർത്തോ? വുളുവിന്റെ ഷർത്ത് 5 ആണ്. കുളിയുടെ ഷർത്തോ? അതൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. വുളുവിന്റെ ഷർത്ത് 5, കുളിയുടെ ഷർത്ത് എത്രയാണ്? വുളുവിന്റെ ഷർത്ത് 5 ആണ്. കുളിയുടെ ഷർത്ത് വുളുവിന് തന്നെ 5 ഉണ്ടെങ്കിൽ കുളിക്ക് കുറച്ച് ഏകദേശം കൂടണ്ടേ? 5 2 7. നമുക്കൊരു ലേലം വിളിയാക്കിയാലോ? 2. ലേലം വിളിക്കുമ്പോൾ മേലോട്ടാ പോക്ക്, കുറച്ച് കുറയരുത്. 5. ഏതായാലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം വുളുവിന്റെ പോലെ കുളിന്റെ അങ്ങ് കടന്നു വരാറില്ല. എന്നാൽ ഫത്ഹുൽ മുഈനിൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വശുറൂത്തുഹു, വുളുവിന്റെ ഷർത്ത് കശുറൂത്തിൽ ഉസ്ലി, കുളിന്റെ ഷർത്ത് പോലെ തന്നെ 5 5 അത് കുളിന്റെ ഷർത്തും 5, വുളുവിന്റെ ഷർത്തും 5. പിന്നെ ഈ 2 എന്ന് പറഞ്ഞത് കുളിന്റെ ഷർത്തല്ല, കുളിന്റെ ഫർളാണ്. അതിലേക്ക് നമ്മൾ വരും. അങ്ങനെ വുളുവിന്റെ ഷർത്ത് 5 പറഞ്ഞു. 5 ഓർമ്മയിലിരിക്കും. 1 വെള്ളം തഹൂറായിരിക്കുക. 2 കഴുകപ്പെടുന്ന അവയവത്തിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും ഇല്ലാതിരിക്കുക. 2 അവയവത്തിന്മേൽ കഴുകപ്പെടുന്ന അവയവത്തിന്മേൽ വെള്ളം ഒലിപ്പിക്കുക. 3 വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും അവയവത്തിന്മേൽ ഇല്ലാതിരിക്കുക. 4 വെള്ളം ചേരലിനെ തടയുന്ന ഒന്നും അവയവത്തിൽ ഇല്ലാതിരിക്കുക. 5 ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. 5 നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം. 4 ഞാൻ പറഞ്ഞു. 5-ാമത്തേത് നിങ്ങൾ പറയാം. 1 വെള്ളം തഹൂറായിരിക്കുക. 2 കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക, നനച്ചാ പോരാനർത്ഥം. 3 കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്നത് ഇല്ലാതിരിക്കുക. 4 വെള്ളത്തെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5-ാമത്തേത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ടെക്സ്റ്റ് ചെയ്യുക. കാത്തിരിക്കുന്നു. സുഹൃത്തുക്കളൊന്ന് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ, സമയം കളയണ്ട. നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാവുക അല്ലെ? അതെ, സമയാവുക എന്നുകൊണ്ട് അബൂ ഫവാസ് ഉദ്ദേശിച്ചതും അതായിരിക്കും അല്ലെ? നിത്യാശുദ്ധിയുള്ള ആളുകൾക്ക് സമയമാവുക, അതാണ് 5-ാമത്തേത്. ഇനി വുളുവിന്റെ ഫർളുകൾ.
അതെത്രയാ എല്ലാവർക്കും അറിയും. വുളൂഇന്റെ ഫർള്, വുളൂഇന്റെ അതിനുശേഷം വുളൂഇന്റെ ഷർത്ത് പറഞ്ഞ ഉടനെ വുളൂഇന്റെ ഫർള് പറഞ്ഞു 6. അതും എല്ലാവർക്കും അറിയുന്നതാണ്. തൽക്കാലം നമുക്ക് പറയാതെ തന്നെ പെട്ടെന്ന് കടന്നു പോകാം. വുളൂഇന്റെ ഫർളുകൾ 6 പറഞ്ഞു. അങ്ങനെ വുളൂഇന്റെ ഫർളുകളെ കുറിച്ചും വുളൂഇന്റെ സുന്നത്തുകളൊക്കെ കുറിച്ചൊക്കെ കൃത്യമായി പരാമർശിച്ചു കഴിഞ്ഞു അല്ലെ. വുളൂഇന്റെ ഫർള്, വുളൂഇന്റെ സുന്നത്തുകൾ, വുളൂഇൽ വരുന്ന കറാഹത്തുകൾ, വുളൂ ഫർള് മാത്രം നിർവഹിക്കേണ്ട സമയം, സുന്നത്ത് മാത്രം നിർവഹിക്കേണ്ട സമയം. ഓർമ്മയുടെ പരിശോധനയ്ക്ക് വേണ്ടി ഒരു ചോദ്യവും കൂടി. വുളൂ സുന്നത്തായത് മാത്രം നിർവഹിക്കേണ്ടി വരുന്ന, ഫർളായ വുളൂ മാത്രം നിർവഹിക്കേണ്ടി വരുന്ന സുന്നത്തുള്ള സമയം മനസ്സിലാക്കുക. ഫർളായ കാര്യങ്ങൾ മാത്രം നിർവഹിച്ച് വുളൂ ചെയ്യൽ സുന്നത്തുള്ള സമയം എപ്പോൾ? ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയണം. ഫർളായ വുളൂഇന്മേൽ സുന്നത്തായ ഫർളായ വുളൂഇന്മേൽ മാത്രം വുളൂ ചുരുക്കൽ സുന്നത്തായ സമയം എപ്പോൾ? ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, കുറച്ച് ചോദ്യത്തിൽ കൊടുക്കുമെന്നോ സംശയമുണ്ട്. ഫർളായ കാര്യങ്ങൾ മാത്രം നിർവഹിച്ച് വുളൂ ചെയ്യൽ സുന്നത്തായത് എപ്പോൾ? വന്ന ഉത്തരങ്ങൾ വേണ്ടത്ര ശരിയല്ല. ഒന്നുകൂടി ആലോചിക്കാൻ, ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ചോദ്യം ആവർത്തിക്കാം. ഫർളായ വുളൂഇന്മേൽ ചുരുക്കൽ സുന്നത്തായ സന്ദർഭം എപ്പോഴാണ് എന്ന് പറഞ്ഞ് ഫർളായത് മാത്രം മുഖം ഒരു വട്ടം കഴുകുക, കൈ ഒരു വട്ടം കഴുകുക, തല ഒരു വട്ടം തടയുക, കാല് ഒരു വട്ടം കഴുകുക, പോവുക. ഈ ഒരു പണി മാത്രം ഇത് ഇങ്ങനെ ചെയ്യൽ നിർബന്ധമാകുന്ന ടൈം അല്ല ചോദിച്ചത്, സുന്നത്താകുന്ന ടൈം എപ്പോഴാണ്? ചോദ്യം എല്ലാവരും തെറ്റിദ്ധരിച്ചോ എന്ന് തോന്നുന്നു. ഫർളായ വുളൂഇന്മേൽ ചുരുക്കൽ സുന്നത്തായ സമയം എപ്പോൾ എന്നാണ് ചോദ്യം. എല്ലാവരും പറഞ്ഞത് ശരിയല്ല. സുഹൃത്തുക്കളെ, ഇത് ഞാൻ ഡി സി ഒന്നല്ലല്ലോ, ഉത്തരം ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ, ഉത്തരം ക്ലിയർ ആയിട്ടില്ല, ഞാൻ ഉത്തരത്തെ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ ചോദ്യം ആവർത്തിക്കാം. ഫർളായ വുളൂഇന്മേൽ ചുരുക്കൽ സുന്നത്തായ സന്ദർഭം എപ്പോൾ? ചോദ്യം വളരെ കൃത്യമായി ഈസിയായി പറഞ്ഞിട്ടുണ്ട്. ഫർളായ വുളൂഇന്മേൽ വുളൂ ചുരുക്കൽ സുന്നത്തായ സന്ദർഭം എപ്പോൾ? ബഹുമാനപ്പെട്ട ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ട്, ഹൈദുള്ള, അതിന്റെ ഇടയ്ക്ക് മറ്റു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു സഹോദരന്റെ ചോദ്യത്തിന് മറുപടി പറയാണ്. ഹൈദുള്ള പെണ്ണിന് ഖുർആൻ പഠിക്കാൻ വേണ്ടി തൊടുകയോ ഓതുകയോ ചെയ്യാമോ? പറ്റൂല. കാരണം ഹൈദുള്ള പെണ്ണെന്ന് പറയുന്നത് പ്രായപൂർത്തിയായ പെണ്ണാണ്. പ്രായപൂർത്തിയായ പെണ്ണിന് ഈ ഇളവില്ല. മനസ്സിലായല്ലോ? ഹൈദുള്ള പെണ്ണിന് ഖുർആൻ ഓതേണ്ട ആവശ്യാർത്ഥമോ പഠിക്കേണ്ട ആവശ്യമോ പ്രബല അഭിപ്രായ പ്രകാരം, ഏതെങ്കിലും ദുർബലമായ അഭിപ്രായം മറ്റോ ഉണ്ടോന്നറിയില്ല, പ്രബലാഭിപ്രായ പ്രകാരം ഖുർആൻ ഓതുകയോ തൊടുകയോ ചെയ്യാവുന്നതല്ല. പഠനാവശ്യാർത്ഥവും ഇളവില്ല. കാരണം അവൾ കുട്ടിയല്ല, കുട്ടിക്കാണ് ഓഫർ നൽകിയിരിക്കുന്നത്. മനസ്സിലായി കാണും. ഹൈദുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ തന്നെ പ്രായപൂർത്തിയായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കുട്ടി എന്ന വകുപ്പിൽ നിന്ന് അവൾ പുറത്തെത്തി എന്നും കൂടി മനസ്സിലാക്കുക. ഏതായാലും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ്. നേരത്തെ ഉത്തരം കൃത്യമായി വന്നിട്ടില്ല. ഏകദേശം ചെറിയൊരു ഉത്തരം നബീൽ പുതുപ്പറമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലൂ തരികയാണ് അതിന്റെ ഭാഗമായിട്ട്. നബീൽ പുതുപ്പറമ്പ്, അതെ, ജമാഅത്ത് നഷ്ടപ്പെടുമ്പോഴൊക്കെ നിർബന്ധമാണോ? അങ്ങനെ പറഞ്ഞാൽ പോരാ. ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്,
ആ സന്ദർഭത്തിലാണ് ഞാൻ കയറിപ്പോകുന്നത്, അപ്പോഴും കുറെ ആള് ബേക്കിൽ വരുന്നുണ്ട്, ആ സന്ദർഭത്തിലും ഞാൻ ഫർദിന്മേൽ ചുരുക്കണോ? കൃത്യമായി അതിന്റെ ആൻസർ പറയണം. ഞാൻ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ ജമാഅത്ത് തയ്യാറായിട്ടുണ്ട്, സലാം വിട്ടാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ആ സന്ദർഭത്തിന് ഒരുപാട് ആളുകൾ ഇനിയും പള്ളിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലും ഞാൻ ഫർദിന്മേൽ ചുരുക്കണോ വേണ്ടേ? അപ്പൊ അതിന്റെ കൃത്യമായ ആൻസർ സഹോദരങ്ങൾ ആലോചിച്ച് പറയാം. നോ എന്ന് പറയുന്നതാണ്. അബു ഹസൻ നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിദ്റത്തുൽ മുന്തഹ ഒന്നുകൂടി വ്യക്തമായി ഉത്തരം ആൻസർ എഴുതിയാൽ ക്ലിയർ ആവുമെന്ന് മനസ്സിലാക്കുന്നു. ജമാഅത്ത് നഷ്ടപ്പെടുമെങ്കിൽ എന്ന ആ സഹോദരന്റെ പ്രയോഗം ഏകദേശം ശരിയാണ്, ഒന്നുകൂടി ശരിയാക്കി തരണം എന്ന് ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ്. ജമാഅത്ത് നഷ്ടപ്പെടുമാനുണ്ടെങ്കിൽ അബ്ദുല്ലാ തന്നൂർ എഴുപതിൻ്റെതും വ്യക്തമല്ല. വുളൂ ഇല്ലാത്ത സമയത്ത് ഖുർആന്റെ ആയത്തുകൾ എഴുതാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഖുർആൻ തൊടാതെ എഴുതുന്നതിന് കുഴപ്പമില്ല എന്നാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അടുത്തൊരു വിഷയം ചർച്ച ചെയ്ത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. എന്റെ ഓർമ്മ വ്യക്തമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മറ്റു ഉസ്താദുമാരോടുകൂടി പറയാണ്, എന്റെ ഓർമ്മയിൽ എഴുതുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഞാൻ കണ്ടതായി ഓർക്കുന്നു. ഇനി ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പ്രിയപ്പെട്ട ഉസ്താദുമാരോട് അറിയിക്കുകയാണ്. അതായത് വുളൂ ഇല്ലാതെ സമയത്ത് ഖുർആൻ എഴുതുന്നതിന് വുളൂ വേണോ വേണ്ടേന്നാ ചോദ്യം അല്ലെ? വേണമെന്നില്ല എന്നാണ് എന്റെ നല്ലൊരു ഓർമ്മ. അല്പം ചെറിയൊരു ധാരണയും കൂടി ഉണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദുമാരാരെങ്കിലും ഓർമ്മയിലുള്ളവരുണ്ടെങ്കിൽ മറുപടി തരണം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് കൂടി നോക്കുകയും ചെയ്യാം. വേറെ ജമാഅത്ത് കിട്ടുക സിദ്റത്തുൽ മുന്തഹ അത് കൃത്യമാക്കിയിട്ടുണ്ട്. എനിക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ PM ചെയ്യുമ്പോൾ ചിലത് കാണാൻ പറ്റുന്നില്ല. കാരണം സിസ്റ്റത്തിന്റെ ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും PMന്റെ നീക്കം ചെയ്യുന്ന ആ ഭാഗത്തിന് പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. ലാപ്പിന്റെ മോശമാണ്, വേണ്ട പോലെ വർക്കും ചെയ്യുന്നില്ല. അതുകൊണ്ട് PM ചെയ്യുന്നതിലുപരി ഒന്ന് മൈക്കിലേക്ക് വരികയോ അല്ലെങ്കിൽ പരസ്യമായ ടെക്സ്റ്റിലോ തന്നെ ചെയ്തോളൂ എന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് അത് ആ ഉത്തരം ഒന്നുകൂടി വേണമെങ്കിൽ നോക്കിയിട്ട് നാളെ ബാക്കി പറയാവുന്നതുമാണ്. വേറൊരു സുഹൃത്ത് ഇതിൽ ഉപയോഗിക്കാത്ത ഖുർആന്റെ കഷ്ണം പോന്നാൽ കത്തിച്ചാൽ ബെന്നൂർ എന്ത് ചെയ്യണം? ബെന്നൂര് ഖുർആന്റെ അത് പുഴയിലോ അല്ലെങ്കിൽ കിണറിലോ ഇടുന്നതായിരിക്കും ഉചിതം. ഉപയോഗിക്കുന്ന ഖുർആന്റെ കഷ്ണം പോന്നാൽ കത്തിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? വെണ്ണീർ ചെയ്യേണ്ടത് ഒന്നുകിൽ പുഴയിലോ അല്ലെങ്കിൽ കിണറിലോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ ചെയ്യലാണ് ഉചിതമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. അതേ ബഹുമാനപ്പെട്ട മറ്റേ വിഷയത്തിൽ ആൻസർ ഏകദേശം സിദ്റത്തുൽ മുന്തഹ തന്നെ പരിഹാരമാക്കിയിട്ടുണ്ട്. ഒരു ജമാഅത്ത് തീരാൻ പോകുന്നു, വേറെ ജമാഅത്ത് കിട്ടുകയുമില്ല എങ്കിൽ ആ സമയത്ത് സുന്നത്തായ വുളൂഇന്മേൽ ചുരുക്കൽ സുന്നത്താണ്. ബഹുമാന ജനാബത്തുകാരൻ കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ തയമ്മും ചെയ്യണം. അതിന്റെ പൂർണ്ണ രൂപം പറയാമോ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സുഹൃത്തും ചോദിച്ചതുപോലെ വുളൂ ഇല്ലാത്ത സമയം വെള്ളം എവിടെയും സ്പർശിക്കാൻ പറ്റാത്ത സന്ദർഭമാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, നേരെ തയമ്മം ചെയ്താൽ മതി. ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയത്തും വെച്ച് ആദ്യം മണ്ണൊക്കെ സ്വരൂപിച്ച ശേഷം മണ്ണടിച്ച് ശേഷം മുഖം തടവി ശേഷം കൈയും കൂടി തടവിയാൽ പ്രശ്നം തീർന്നു. ഇനി ജനാബത്തുകാരന് ചില ഭാഗത്തു മാത്രം വെള്ളം എത്തിക്കാനാണ് പ്രയാസമെങ്കിൽ അവൻ ആദ്യം വേണമെങ്കിൽ പറഞ്ഞതുപോലെ തയമ്മം ചെയ്യുക, ശേഷം അവൻ എന്ത് ചെയ്യുക? കുളിക്ക് എത്തിക്കാവുന്ന ഭാഗത്തൊക്കെ വെള്ളം എത്തിക്കുകയും ചെയ്യുക. ഇത്രയാണല്ലോ വിശദീകരണം അവിടെ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും വിശദീകരണത്തിന് വകുപ്പുണ്ടെങ്കിൽ ഒന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് അസ്റഫി ആലക്കാട് എന്ന സഹോദരൻ, ബഹുമാന സഹോദരൻ ഒന്ന് എന്ത് ചെയ്യണം? ടെക്സ്റ്റിൽ അടിച്ചോളൂ. PM-ലാകുമ്പോൾ ഫുൾ വായിക്കാൻ കഴിയുന്നില്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് കഴിവതും ടെക്സ്റ്റിൽ തന്നെ ആയിക്കോട്ടെ. വുളൂ ഇല്ലാത്ത സമയത്ത് ഖുർആന്റെ ആയത്തുകൾ എഴുതാൻ പറ്റുമോ? ആ ചോദ്യത്തിനാണ് നമ്മളിവിടെ തൽക്കാലം ഒരു ആൻസർ ചെയ്തത്. ഇൻഷാ അല്ലാഹ് പിന്നീട് നാളെ ഒന്നുകൂടി നോക്കിയിട്ട് അത് ആൻസർ ക്ലിയർ ചെയ്യാവുന്നതാണ്. മറ്റ് ശബ്ദം ശ്രവിക്കുന്ന ഉസ്താദുമാരോ മറ്റോ ഉണ്ടെങ്കിൽ വ്യക്തമായ ഉത്തരം ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് കൂടി അറിയിക്കുക. ആ നിസ്കാരം പിന്നീട് നിസ്കാരം കളാവ് വിട്ടണോ? അതായത് ഇത്തരം കാരണത്താൽ വുളൂ എടുത്ത തയമ്മുമിന്റെ അവയവത്തിൽ അല്ലെങ്കിൽ കളാവ് വിട്ടേണ്ടി വരൂല. പക്ഷെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ, ആ നിസ്കാരം പിന്നീട് നിസ്കാരം കളാവ് വിട്ടണോ? അതായത് വലിയ അശുദ്ധിക്കാരൻ തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ കളാവ് വിട്ടണമെന്നോ? അതിന്റെ
തയമ്മുമിന്റെ അവയവത്തിലല്ല, വെച്ചത് ശുദ്ധിയോടെയാണ്, ആവശ്യമായ ഭാഗമാണ് വെച്ച് കെട്ടിയത് എങ്കിൽ ഖളാ വിട്ടേണ്ടി വരൂല. അതേസമയം അല്ലെങ്കിൽ തയമ്മുമിന്റെ അവയവത്തിലാണ്, അതോടൊപ്പം അശുദ്ധി ഇല്ലാതെയാണ് വെച്ച് കെട്ടിയത്, വെച്ച് കെട്ടുമ്പോൾ തന്നെ അനാവശ്യമായ ഭാഗം കൂടി വെച്ച് കെട്ടിയിട്ടുണ്ട് എങ്കിൽ ഖളാ വിട്ടേണ്ടിയും വരും. മനസ്സിലായി കാണും. അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി ടെക്സ്റ്റിൽ ചോദിച്ചോളൂ. പരസ്യമായ ടെക്സ്റ്റ് തന്നെ ആയിക്കോട്ടെ. ഇനി നിങ്ങൾ ബഹുമാനപ്പെട്ട ഹലക്കാട് സാഹിബിനോട് പറയുന്നത്, ഇനി നിങ്ങൾ അടിച്ചാൽ എനിക്ക് കാണാൻ കഴിയില്ല, ആ നിലക്കാണുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. വേറെ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കയറാം. അപ്പൊ അങ്ങനെ വിഷയം പറഞ്ഞു. പിന്നീട് വുളു ചുരുക്കേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞു, വുളുവിന്റെ സുന്നത്തുകളൊക്കെ പറഞ്ഞു. വുളുവിന്റെ സുന്നത്ത് വളരെ പ്രാധാന്യപൂർവ്വം കയ്യേറാൻ നമ്മളൊക്കെ ശ്രമിക്കണം. തല പൂർണ്ണമായും തടവാനൊക്കെ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്, അത് മറ്റുള്ളവരുടേതല്ല. ഈ അടുത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് സമയത്ത് പറഞ്ഞിരുന്നു, ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞ അബ്ദുസ്സലാം സുല്ലമി എഴുതിയ ഒരു മുജാഹിദിന്റെ, അബ്ദുസ്സലാം സുല്ലമി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരെന്ത് പറയണമെന്നറിയില്ല. എല്ലാ ഹദീസുകളെയും, ബുഖാരിയിലെ ഹദീസുകൾ പോലും ദുർബലമാണെന്ന് പറയാൻ ഏറെ മുന്നോട്ട് വന്ന സക്കരിയ സ്വലാഹിയുടെ പഴയകാല ഉസ്താദ് അബ്ദുസ്സലാം സുല്ലമി എഴുതിയ മസ്ഹ് തല മുഴുവൻ തടവുക എന്നത് അത് മുജാഹിദ് പതിവാണെന്നൊക്കെ പറഞ്ഞു വെച്ച ഒരു പുസ്തകം ഞാൻ അന്ന് വായിച്ചിരുന്നു. അതുകൊണ്ട് സുന്നത്തൊക്കെ കഴിവതും നമ്മൾ തന്നെ തടവാനാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു നമുക്ക് സുന്നത്തുകളൊക്കെയും കൂടുതൽ ഹയാത്താക്കുന്നവർ നമ്മളെ പെടുത്തുമാറാവട്ടെ. ഇവിടെ എഴുതി വെച്ചിങ്ങനെ, ഒരു മനുഷ്യൻ വുളൂവിന്റെ സന്ദർഭത്തിൽ തല മുഴുവനും തടവിയാൽ അവനെ വഹാബിയായി കാണുന്നവരാണ് കേരളത്തിലെ ഷാഫിയാക്കൾ എന്ന് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം മാത്രമാണ്. അബ്ദുസ്സലാം സുല്ലമി എഴുതിയ ഒരു വലിയ വിഡ്ഢിത്താണ്. ഒരു മനുഷ്യൻ വുളുവിന്റെ സന്ദർഭത്തിൽ തല മുഴുവനും തടവിയാൽ അവനെ വഹാബിയായി കാണുന്നവരാണ് കേരളത്തിലെ ഷാഫിയാക്കൾ എന്ന് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം മാത്രമാണ്. ഈ വിഷയത്തിലും ഇവർ വ്യാജ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. തല തടവൽ ആവർത്തിക്കാതെ ഒരു പ്രാവശ്യമായി ചുരുക്കുന്നതാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായമെന്ന് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭമായ ഹദീസ് പണ്ഡിതനായ ഇമാം തുർമുദി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അവർ പറയുന്ന പോലെ അങ്ങനെ ആവരുത്. നമ്മൾ കൃത്യമായി സുന്നത്തൊക്കെ മുറുകെ പിടിച്ച് വുളു ചെയ്യാൻ ശ്രമിക്കണം. വുളുവിന്റെ സന്ദർഭങ്ങളിലൊക്കെ പല്ല് തേക്കുക. പല്ല് തേക്കൽ ചില തബ്ലീഗ് ജമാഅത്തുകാരുടെ കാര്യമാണെന്ന് ചിലരൊക്കെ മനസ്സിലാക്കാറുണ്ട്. അതും ശരിയല്ല. നമ്മൾ നിർവഹിക്കേണ്ട കടമകൾ പലപ്പോഴും മറ്റു പലരും നിർവഹിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മളാണ് സുന്നത്തിനെ ഹയാത്താക്കേണ്ടവർ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വാക്താക്കളായി അള്ളാഹു ജീവിക്കാനും മരിക്കൽ ഖൈറാകുമ്പോൾ അങ്ങനെ തന്നെ മരിക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. ജനാബത്തുകാരൻ രോമങ്ങൾ നീക്കുന്നതിന്റെയും കുളി വൈകിക്കുന്നതിന്റെയും വിധി. രോമങ്ങൾ നീക്കുന്നത് നന്നല്ല, ഹറാമാണെന്ന് കൃത്യമായി പറയാൻ രേഖയില്ല. എന്നാൽ നല്ലതല്ല, നീക്കാതിരിക്കേണ്ടതാണെന്നൊക്കെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. അതുപോലെ കുളി വൈകിക്കുന്നതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. നിസ്കാരവും മറ്റും ഖളാവാത്ത രൂപത്തിൽ വൈകിക്കുന്നതിന് പ്രത്യേകമായി കുഴപ്പമൊന്നുമില്ല, ജായിസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിവതും നേരത്തെ കുളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഒരുരാ കുളിച്ചോവർ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ തന്നെ ജനാബത്ത് നീക്കുക. ജനാബത്തോടുകൂടിയായി അങ്ങനെ തന്നെ നിൽക്കുന്നത്ര ശരിയല്ലല്ലോ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം. പിരീഡ് സമയത്ത് ഹദ്ദാദ് പോലെ നോക്കിച്ചെല്ലാമോ? ഹദ്ദാദ് ചെല്ലുന്നതിൽ കുഴപ്പമില്ല. ഹദ്ദാദ് ദിക്റാണ്, അതിലുള്ള ഫാത്തിഹയും മറ്റും ദിക്റാണ്, വിർദാണ് എന്ന നിലക്ക് ചെല്ലുന്നതിനും കുഴപ്പമില്ല. അതായത് ഹൈദിന്റെ കാലയളവിൽ ഹദ്ദാദ് പോലോത്തത് നോക്കി ചെല്ലാമോ എന്നാണ് ചോദ്യം. ഹദ്ദാദ് പോലോത്തത് ചെല്ലാം, കാരണം അത് ദിക്റാണ്, വിർദാണ്. അതിലുള്ള ഫാത്തിഹകളും ചെല്ലാം, കാരണം വിർദും ദിക്റും എന്ന നിലക്ക് ഖുർആൻ ഓതുക എന്ന ലക്ഷ്യത്തിൽ ചെല്ലാനും പാടുള്ളതല്ല എന്ന് പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ ഒന്നും കൂടി കടക്കാം. അതെ, രോമങ്ങൾ നീക്കാതിരിക്കൽ സുന്നത്താണ്. അതെ, നീക്കുന്നതിന്റെ വിധി ഹറാമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് മാത്രം. ചോദ്യങ്ങൾ ടെക്സ്റ്റ് അടിച്ചാൽ മതിയോ? ടെക്സ്റ്റിനേക്കാൾ നല്ലത് മൈക്കിലേക്ക് വരുത്തായിരിക്കും. അല്ലെങ്കിൽ ടെക്സ്റ്റ് അടിച്ചോളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ പരാമർശിക്കാമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം വിഷയം ഒരുപാട് പരന്നാൽ നമ്മുടെ ചിലപ്പോൾ മുന്നോട്ട് തന്നെ പോകൂല, വിഷയം മുന്നിൽ തന്നെ ഒതുങ്ങേണ്ടി വരും എന്ന ഒരു ഭയം കൊണ്ട് മാത്രം. അറിയുന്ന ചോദ്യങ്ങളാണെങ്കിൽ അപ്പോൾ ഉത്തരം പറയുക, അല്ലെങ്കിൽ പിന്നീട് പറയുക എന്ന സംവിധാനമാണ് നമ്മുടേത്. കാരണം വലിയ ആലിമൊന്നുമല്ല ക്ലാസ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് പരസ്പരം പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്ലാസ്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുകയും കൂടിയാണ്. ബിസ്മിഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ശേഖ് നമ്മുടെ ക്ലാസ് വീണ്ടും ആരംഭിക്കുകയാണ്. അങ്ങനെ വുളു മുറിയുന്ന കാര്യങ്ങൾ ശേഷം പറഞ്ഞു. ഇനി പറയാനുള്ളത്
വുളു നിസ്കാരത്തിന്റെ ഷർത്തായ മറ്റൊരു ഭാഗം. നിസ്കാരത്തിന്റെ ഷർത്ത് രണ്ടെണ്ണം. ഒന്ന്, നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്ത് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. ചെറിയ അശുദ്ധിയുടെ ശുദ്ധീകരണം അത് വുളു ആണ്. വലിയ അശുദ്ധിയുടെ ശുദ്ധീകരണം അത് കുളിയാണ്. അതിലേക്കാണ് കടക്കുന്നത്. വത്തഹാറത്തു സാനിയത്തു, രണ്ടാമത്തെ ശുദ്ധീകരണം അൽ ഗുസ്ലു, കുളിയാകുന്നു. കുളി, രണ്ടാമത്തെ ശുദ്ധീകരണം കുളി. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ കുളിക്കണം. ഹുവ ലൂഗത്തൻ, ഭാഷയിൽ കുളി എന്ന് പറയുന്നത് സയലാനുൽ മാഇ അലശൈഇ, ഒരു വസ്തുവിന്മേൽ വെള്ളം ഒഴുകുന്നതിന് കുളി എന്ന് പറയും. വെള്ളം ഒഴുകുന്നതിന് കുളി എന്ന് പറയും. അങ്ങനെ കുളി എന്ന ഭാഷ, അതായത് കഴുകി, ഗസല എന്ന അറബി പ്രയോഗത്തിന്റെ അർത്ഥം ഒരു വസ്തുവിന്മേൽ വെള്ളം ഒലിപ്പിക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴുകുക. ഇതിനെന്ത് പറയും? കുളി എന്ന്, ഗുസ്ലി എന്ന് ഭാഷാപരമായി പറയും. ഒരു അറബി അഗസൽത്ത എന്ന് ചോദിച്ചാൽ, ഇജ്ജ് ഗസ്ലി ചെയ്തോ എന്ന് ചോദിച്ചാൽ അർത്ഥം ആ വസ്തുവിന്മേൽ വെള്ളം ഒഴിച്ചോന്നാണ്. വശറഅൻ, ഇസ്ലാമിക ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ, പണ്ഡിതന്മാരുടെ ഇസ്ലാമിക ശറഈ വീക്ഷണത്തിൽ അതിന്റെ അർത്ഥം സൈലാനുഹു അല ജമീഇൽ ബദൻ, ശരീരത്തിന്റെ മുഴുവനിന്മേലും വെള്ളം ഒഴിക്കണം. ശരീരത്തിന്റെ ഭാഗത്തും വെള്ളം എത്തിക്കുന്നതിനാണ് കുളി എന്ന് പറയുക. ബിൻ നിയ്യത്തി, വെറുതെ എത്തിച്ചാലും പോരാ, ബിൻ നിയ്യത്തി, നിയ്യത്തോടുകൂടി ശരീരത്തിന്റെ മുഴുഭാഗത്തിന്മേലും വെള്ളം ഒലിപ്പിക്കുന്നതിനാണ് കുളി എന്ന് പറയുക. കുളി എന്ന് പറയാം. അതേസമയത്ത് മയ്യത്തിന്റേതിൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിയ്യത്ത് നിർബന്ധമില്ല. മയ്യത്തിന്റെ മറ്റു കുളികളിലൊക്കെ നിയ്യത്ത് നിർബന്ധമാണ്. കുളിക്കാതെ, നിയ്യത്ത് വെക്കാതെ ജനാബത്തിന് തൊട്ടൊക്കെ കുളിക്കുന്ന പലരുമുണ്ട്. അങ്ങനെയാകുമ്പോൾ കുളിയാകൂല. കുളിയാവണമെങ്കിൽ നിയ്യത്തോടു കൂടി ആയിരിക്കണം. മറ്റൊരു സുഹൃത്തൊരു ചോദ്യം വെച്ചിട്ടുണ്ട്, ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് ഫാത്തിഹയും മറ്റു കാര്യങ്ങളും പെട്ടെന്ന് തീർക്കേണ്ടി വരും. നിസ്കാരം ദീർഘിക്കണം എന്ന് വഹിച്ചിട്ടുണ്ട്. നിസ്കാരം കൂടുതൽ ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. നമസ്കാരം ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നിസ്കാരം ദീർഘിപ്പിക്കണം എന്ന് പറഞ്ഞത് ഈ രൂപത്തിലല്ലാത്ത സ്വന്തമായ മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങൾക്കും മറ്റൊക്കെയാണ്. മാത്രമല്ല, ഇമാമ് നിൽക്കുന്നയാൾക്കുമുള്ള ഓർഡർ കഴിവതും പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് കൂടിയാണ്. ഇമാമ് നിൽക്കുന്നയാൾക്ക് വലിയ സൂറത്തൊന്നും കൃത്യമായ മഅ്മൂമിങ്ങളെ സമ്മതമില്ലാതെ ഓതാൻ പാടില്ല എന്നാണ്. ഓതൽ കറാഹത്ത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ചില പള്ളികളിലൊക്കെ കാണാം വലിയ വലിയ സൂറത്തുകൾ സുബഹിക്കായാലും മറ്റു സമയങ്ങളിലൊക്കെ ആയാലും ഓതുന്നത് കാണാം. സത്യത്തിൽ ഫിഖ്ഹിന്റെ വീക്ഷണ പ്രകാരം പണ്ഡിതന്മാർ എഴുതി വെച്ചു, വല്ലുഹായുടെ താഴ്പോട്ടുള്ള സൂറത്തുകൾ മാത്രമാണ് നമ്മുടെ ഇമാമിങ്ങൾക്ക് പൊതുവെ നിസ്കാരങ്ങളിൽ ഓതാൻ അർഹതയുള്ളത്. അതേസമയം വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ചയുടെ പകലിലൊക്കെ, ചില ജുമഅക്കൊക്കെ കൃത്യമായ ചില വലിയ ഇഷ്ടങ്ങളുണ്ട്, അത് അനുവദിക്കപ്പെടും. അല്ലാത്തത് കറാഹത്താണെന്നാണ് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ള കൃത്യമായ കിതാബുകളിൽ എഴുതി വെച്ചത്. കഴിവതും ഇമാമ് നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ദൗത്യവും കൂടിയാണ്. കാരണം പിന്നിൽ പലരും ഉണ്ടാവും. ചില ടൗൺ പള്ളികളിലേക്ക് നിസ്കരിക്കാൻ പോയ വലിയ സൂറത്തങ്ങ് ഓതിയാൽ അവിടെ പലരും ചിലപ്പോൾ ട്രെയിൻ കാത്തിരിക്കുന്നവരുണ്ടാകും. അങ്ങ് അവരൊക്കെ മനസ്സു വല്ലാതെ വെമ്പൽ കൊള്ളുന്ന പോകാൻ. ആ സന്ദർഭങ്ങളാണ് വലിയ വായത്തും സൂറത്തൊക്കെ ഓതി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് സാന്ദർഭികമായി ചോദിച്ചപ്പോൾ പറഞ്ഞുവെന്ന് മാത്രം. ഹൈദുള്ളവർക്ക് വുളു എടുക്കാമോ? ഹൈദുള്ളവർ വുളു എടുത്തോണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. മറ്റ് ചില ഹൈദ് മുറിഞ്ഞതിന് ശേഷം കുളിക്കാനും തിന്നാനും ഒക്കെ വുളു എടുക്കൽ സുന്നത്ത്. ഹൈദ് മുറിഞ്ഞതിന് ശേഷം കുളിക്കാനും തിന്നാനും കുടിക്കാനും ഒക്കെ വുളു ചെയ്യൽ സുന്നത്താണെന്നൊക്കെ കിതാബുകളിൽ കാണാം. അല്ലാത്ത ഹൈദുള്ളവർക്ക് ഒരു വുളു കൊണ്ട് പ്രത്യേക ഉപകാരമുണ്ടെന്ന് തോന്നുന്നില്ല. വുളുവിൽ പ്രത്യേകമായി പറഞ്ഞിട്ട് കാണുന്നില്ല. ജനാപത്തുകാരനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനാപത്തുകാരന് കുളിക്കണം, വുളു ചെയ്യണം എപ്പോൾ, തിന്നാനോ കുടിക്കാനോ അല്ലെങ്കിൽ വീണ്ടും ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിലൊക്കെ എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹൈദുകാരിക്ക് വുളു സുന്നത്താണെന്ന് പറഞ്ഞെടുത്ത് കാണുന്നുണ്ട് ഹൈദ് മുറിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാത്ത സന്ദർഭങ്ങളിൽ അവർ വുളു എടുക്കേണ്ടതില്ല എന്നാണ്. ഹൈദുള്ള സന്ദർഭങ്ങളിൽ വുളു എടുക്കേണ്ടതില്ല എന്നാണ് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ PM ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ അങ്ങോട്ട് ചലിപ്പിക്കുന്ന കീന് ലാപ്ടോപ്പിൽ ചെറിയ പ്രശ്നമുണ്ട്. മോശമാണെങ്കിൽ വേണ്ട പോലെ എന്നോട് സഹകരിക്കുന്നില്ല. ഒരുപാട് PM വന്നാൽ ഒന്നും വായിക്കാൻ പറ്റാത്ത ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ്. ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന്, അതുപോലെ ടെക്സ്റ്റ് അടിച്ചൊന്ന് സഹകരിക്കണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അറിയിക്കാം. അതുപോലെ മറ്റൊരു സുഹൃത്ത് എഴുതിയിട്ടുണ്ട്, സ്ഥിരമായി കിടക്കുന്ന സമയത്ത് വുളു ചെയ്യുകയും ഫാത്തിഹയും സൂറത്തുകളും ഓതുന്ന സ്ത്രീകൾക്ക് വലിയ അശുദ്ധി ആയപ്പോൾ ചെയ്യാൻ പറ്റുമോ? വുളു ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ ഫാത്തിഹയും സൂറത്തുകളൊക്കെ ഓതാം. അത് വിർദ് എന്ന നിലക്കാണ് ചെയ്യേണ്ടത്. അതായത് ദിക്റാണ്. ഇത് ചെയ്യുന്നത് വിർദാണ്, ദിക്റാണ് എന്ന ലക്ഷ്യത്തോടെ അവർക്ക് ചെയ്യാവുന്നതാണ്. ഖുർആൻ ഓതുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യരുത് എന്ന് മാത്രം. ഇത് ചെയ്യുന്നത് ആ നിലക്കാണ്. ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ ഖുർആൻ ഓതാൻ വേണ്ടി വുളു എടുത്ത് ഖുർആൻ ഓതാമോ?
അത് മനസ്സിലായില്ല. ശരീരത്തിൽ നജസുണ്ട് എന്ന് കരുതി ഖുർആൻ ഓതുന്നതിന് കുഴപ്പമില്ല. വുളു എടുക്കണം. ഖുർആൻ ശരീരത്തിൽ കയ്യിലല്ലാത്ത ഭാഗത്ത്, അതായത് ശരീരത്തിന്റെ തുണിയിലോ അല്ലെങ്കിൽ കുപ്പായത്തിലോ നജസുണ്ടെന്ന് കരുതി ഖുർആൻ ഓതാൻ വേണ്ടി വുളു എടുത്ത് ഖുർആൻ ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയം കയ്യിൽ നജസുണ്ടായിരിക്കെ ഖുർആൻ എടുക്കാൻ പാടില്ല. ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ, ഉത്തരം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. ശരീരത്തിൽ നജസ് ഉണ്ടായിരിക്കുക, അതായത് കുപ്പായത്തിനോ ഡ്രസ്സിനോ നജസുണ്ടെന്ന് കരുതി വുളു എടുത്ത് ഖുർആൻ ഓതുന്നതിന് കുഴപ്പമില്ല. അതേസമയത്ത് കയ്യിലോ മറ്റോ ആണ് നജസെങ്കിൽ ഖുർആൻ തൊടുന്നത് പാടുള്ളതുമല്ല. മനസ്സിലായി കാണും. ഞാൻ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമോ അല്ലെങ്കിൽ മുമ്പ് ഉസ്താദുമാരെന്നോ മറ്റോ നല്ലതോ കേട്ടവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ പറഞ്ഞു നേരത്തെ, നമുക്കിത് പഠിക്കലും കൂടിയാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് ഉസ്താദുമാരാണ് സുഹൃത്തുക്കളാണെങ്കിലും ആ വിഷയത്തിൽ, കാരണം ഇതൊരു തീർപ്പായി എല്ലാ വിഷയത്തിലും കാണാതെ ഇതൊരു പഠനമായി ഈ വിഷയം കാണണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പ്രത്യേകിച്ച് ഫിഖഹിന്റെ വിഷയമാണ്. എല്ലാവരും ഒരേ അഭിപ്രായമായിരിക്കില്ല. ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയ അഭിപ്രായത്തിന് വിരുദ്ധമായത് ചില ഉസ്താദുമാരും മറ്റും മനസ്സിലാക്കിയവരുണ്ടാകും. അപ്പൊ ഏതാണോ കൃത്യമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി ഊദിക്കും. കാരണം ചർച്ചകളും പഠനങ്ങളും നടക്കുമ്പോഴാണ് ഓരോ വിഷയത്തിലും തീർപ്പുകൾ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് നാഫിയായിൽ നിന്ന് വർദ്ധിപ്പിച്ചു തരട്ടെ എന്നൊന്നുകൂടി ദുആ ചെയ്യുകയാണ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്റെ ഇടയിൽ നിന്ന് ചോദ്യത്തിന് വേണ്ടി ചെയ്യണോ? സമയത്തിന് ചോദ്യം ചോദിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടെങ്കിൽ തൽക്കാലം നമ്മളെ വിഷയം ത്വഹാറത്തു സാനിയയിൽ വെച്ച് നിർത്തി ചോദ്യത്തിന് വേണ്ടി കുറച്ച് സമയം വിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മൈക്കിലേക്ക് തന്നെ വന്നോ. വായിക്കാനും PM ചെയ്ത ബുദ്ധിമുട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് മൈക്കിലേക്ക് അതിന് ചിലപ്പോൾ ഒരുപാട് PM ഉണ്ട്, ഞാൻ കാണാത്തതുണ്ട്. സുഹൃത്തുക്കളെ ആരും ഒന്നും കരുതരുത്. PM ചെയ്ത അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത്. നിങ്ങളൊന്നും വുളു ഇല്ലാത്ത സമയത്ത് ഖുർആന്റെ ആയത്ത് ബഹുമാനപ്പെട്ട വാവാക്കെപ്പി എന്ന സുഹൃത്ത് നെസ് നോക്കൽ ജൂതന്മാരുടെ ഏർപ്പാണെന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു വളരെ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞത് ഏതർത്ഥത്തിലാണ് അതിന്റെ കൃത്യമായ വിശദീകരണമൊക്കെ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതായത് ജൂതന്മാരുടെ ശൈലിയാന്നൊക്കെ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിൽ അതിനെ വലിയ പ്രാധാന്യമൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അതിന് തന്നെ സ്വയം തഫ്സീറൊക്കെ ചെയ്യാൻ കഴിയും, അതായത് സ്വന്തം സ്വാധീനം അവകൾക്കുണ്ട് എന്ന അർത്ഥത്തിലൊക്കെ ഈ ദിവസം ഇന്ന ദിവസം ആയാൽ ആ ദിവസത്തിന് തന്നെ സ്വയമായി ബുദ്ധിമുട്ടിക്കാനും മറ്റൊക്കെ കഴിവുണ്ടാകും എന്ന അർത്ഥത്തിലൊക്കെയുള്ള നോട്ടത്തെക്കുറിച്ചും മറ്റൊക്കെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. ആ വിഷയത്തിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാലും നെഹ്സ് നോക്കാന്നൊക്കെ നമ്മുടെ പൂർവികന്മാരായ ഉസ്താദുമാരും നമ്മുടെ ആലിമീങ്ങളും മഹത്തുക്കളൊക്കെ അംഗീകരിച്ചു പോരുന്നതും മാത്രമല്ല, ബഹുമാനപ്പെട്ടവരുടെയൊക്കെ പല അഹമ്മദ് വയസാലിയാത്തി അടക്കമുള്ള അവരൊക്കെ നെഹ്സിന്റെ ദിനങ്ങളും മറ്റൊക്കെ നിർണയിച്ചതുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. തൽക്കാലം വിഷയം അതല്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് തൽക്കാലം ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. സുഹൃത്തുക്കളാരെങ്കിലും തൽക്കാല സംശയം, ഈ വിഷയവുമായി സംശയങ്ങളാവണം. കാരണം മറ്റ് സംശയങ്ങളിലേക്ക് നമ്മൾ കയറിപ്പോയാൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഒരു കിതാബ് അവലംബിച്ചുള്ള പഠനമാകുമ്പോൾ അങ്ങനെയാണല്ലോ നടക്കുക. എന്നാൽ തൽക്കാലം വിഷയത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. ആരെങ്കിലും മൈക്കിലേക്ക് വന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജാഫർ മണ്ണിയിൽ സാഹിബ് ഇന്നില്ലാന്ന് തോന്നുന്നു. ജാഫർ മണ്ണിയിൽ സാഹിബ് ഇല്ല. അബു സഫീദയുടെ പെങ്ങളുടെ പ്രസവമൊക്കെ റാഹത്തായി കഴിഞ്ഞല്ലോ അല്ലെ? അബു സഫീദ ഇന്നലെ കണ്ടിട്ടില്ല, ഇന്ന് ക്ലാസ് കണ്ടതുപോലെയുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്നില്ല? അബു സഫീദ ആയതാൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാ. ത്വഹാറത്തു സാനിയത്തു, രണ്ടാമത്തെ ശുദ്ധീകരണം. അബൂ സഫീദ ഹൈന്ന് ഹാലിന് അതോ അടിച്ചിട്ടുണ്ട്. ഖൈറെന്നായിരിക്കും അല്ലെ? റാഹത്തായി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഓക്കെ. ത്വഹാറത്തു സാനിയത്തു, രണ്ടാമത്തെ ശുദ്ധീകരണം അൽ ഗുസ്ലു, കുളിയാണ്. ഹുവ ലുഗത്തൻ, ഭാഷയിൽ കുളി എന്ന് പറഞ്ഞാൽ ഗുസ്ലി എന്ന് അറബിയിൽ ഒരു പ്രയോഗം നടത്തിയാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ: സയലാനുൽ മാഇ അല ശൈഇ, ഒരു വസ്തുവിന്മേൽ വെള്ളം ഒഴിക്കുക.
വശറഅൻ ശറഇന്റെ വീക്ഷണത്തിൽ സയലാനുഹു വെള്ളം ഒലിക്കലാണ് അലാ ജമീഇൽ ബദനി ശരീരം മുഴുവനത്തിന്മേലും ബിൻ നിയ്യത്തി നിയ്യത്തോടുകൂടി. ഇനി ആ വിഷയം പറയാൻ പോകുന്നത് വലാ യജിബു ഫൗറൻ. അത് നമ്മുടെ ബഹുമാനപ്പെട്ട നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചിരുന്നു, ജനാബത്തായ ഉടനെ കുളിക്കേണ്ടതുണ്ടോ? വലാ യജിബു കുളി നിർബന്ധമില്ല, ഫൗറൻ പെട്ടെന്ന് നിർബന്ധമില്ല, പെട്ടെന്ന് നിർബന്ധമില്ല. അല്ല, വലാ യജിബു ഫൗറൻ കുളി പെട്ടെന്ന് നിർബന്ധമില്ല. വഇൻ അസാബി സബബിഹി ആ കുളിയുടെ കാരണം കൊണ്ട് അവൻ കുറ്റക്കാരനാണെങ്കിലും ശരി. ഒരാൾ വ്യഭിചരിച്ചിട്ടാണ്, അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാവട്ടെ, ഒരാൾ വ്യഭിചരിച്ചിട്ടോ മറ്റോ തിന്മ വഴിയിലൂടെയാണ് എന്ത് ചെയ്തത്, ജനാബത്തുകാരനായത്, എന്നാൽ പോലും പെട്ടെന്ന് കുളിക്കൽ നിർബന്ധമില്ല. വഇൻ അസാ അവൻ കുറ്റക്കാരനാണെങ്കിലും ശരി, ബിസബബിഹി ആ ജനാബത്തിന്റെ കാരണം കൊണ്ട്, കുളിയുടെ കാരണം കൊണ്ട് അവൻ കുറ്റക്കാരനാണെങ്കിലും അവൻ കുളിക്കൽ പെട്ടെന്ന് നിർബന്ധമില്ല. ബിഖിലാഫി നജസിൻ നജസിന് എതിരായിട്ട്. എങ്ങനത്തെ നജസാണ്? അസാബി സബബിഹി ആ നജസിന്റെ കാരണം കൊണ്ട് അവൻ കുറ്റക്കാരനാണ്. അപ്പോൾ നജസ് ഉടനെ നീക്കിക്കൊള്ളണം. നജസാവാൻ കാരണം അവൻ കുറ്റക്കാരനാണെങ്കിൽ അവിടെ നജസ് ഉടനെ നീക്കൽ നിർബന്ധമാണ്. അതേ സന്ദർഭത്തിൽ കുളിയാണെങ്കിൽ കുളിയുടെ കാരണത്തിന് അവൻ കുറ്റക്കാരനാണെങ്കിൽ പോലും കുളി പെട്ടെന്ന് നിർബന്ധമില്ല. അതാണ് പറഞ്ഞത് വലാ യജിബു ഫൗറൻ കുളി പെട്ടെന്ന് നിർബന്ധമില്ല. വഇൻ അസാ അവൻ കുറ്റക്കാരനാണെങ്കിലും ബിസബബിഹി ആ കുളിയുടെ കാരണം കൊണ്ട്. ബിഖിലാഫി നജസിൻ നജസിന് എതിരായിട്ട്. എങ്ങനെയുള്ള നജസാണ്? അസാ അവൻ എതിരായിരിക്കുന്നു, ബിസബബിഹി അവൻ അവൻ കുറ്റക്കാരനായിരിക്കുന്നു അല്ലെങ്കിൽ എതിര് പ്രവർത്തിക്കുന്നു, ബിസബബിഹി ആ നജസിന്റെ കാരണം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടനെ കഴുകൽ നിർബന്ധമാണ്. ഇനി മറ്റൊരു വിഷയമാണ്, ഭാഷാപരമായ ഒരു ചർച്ചയാണ്. വൽ അഷ്ഹറു ഏറ്റവും പ്രസിദ്ധമായത് ഫി കലാമിൽ ഫുഖഹാഇ ഫുഖഹാഇന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ, വർത്തമാനത്തിൽ, ഇബാറത്തുകളിൽ ഏറ്റവും പ്രസിദ്ധമായത് ലമ്മു ഐനിഹി ഉസ്ലി എന്ന് പറയലാണ്. ഗൈനിന് ലമ്മ് കൊടുത്ത് പറയലാണ് പ്രസിദ്ധമായ ശൈലി, ലമ്മു ഐനിഹി. ലാക്കിനിൽ ഫത്ഹു അഫ്സഹു ഫതഹാണ് ഭാഷാപരമായ ഏറ്റവും നല്ലത്. വസ്ലി എന്ന് പറയൽ തന്നെ മനസ്സിലായത്. വസ്ലി എന്നാണ് പണ്ഡിതന്മാർ ഫുഖഹാക്കൾ പറയാറുള്ളത്. എന്നാൽ ഫതഹാണ് ഭാഷാപരമായ ഏറ്റവും നല്ലത്. വബി ലമ്മിഹ വസ്ലി എന്ന് പറയുമ്പോൾ മുസ്തറക്കും ബൈനൽ ഫിഅലി വമാഇൽ ഗുസ്ലി കുളിക്കുന്ന പ്രവൃത്തിയുടെയും കുളിയുടെ വെള്ളത്തിന്റെയും ഇടയിലും ഒരുപോലെ ഒരുമിച്ച് കൂടുന്ന പ്രയോഗം. വബി ലമ്മിഹ ഉസ്ലി എന്ന് പറഞ്ഞാൽ മുസ്തറക്കുൻ അത് ഒരു കൂറാവുന്നതാണ്. ബൈനൽ ഫിഅലി കുളി എന്ന പ്രവർത്തനത്തിന്റെയും വമാഇൽ ഉസ്ലി കുളിയുടെ വെള്ളത്തിന്റെയും. അതായത് കുളിയുടെ വെള്ളത്തിനും പറയും ഗുസ്ലി, അതുപോലെ കുളിക്കുക എന്ന പ്രവൃത്തിക്കും പറയും ഗുസ്ലി. അതേസമയത്ത് ഗസ്ലി എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തിക്ക് മാത്രമേ പറയൂ എന്നതാണ് ഇവിടെ പറഞ്ഞ വിഷയം. കൂടുതൽ തർക്കമൊന്നുമില്ല. സാന്ദർഭികമായി ഞാൻ ചോദിക്കാണ്, വുളു എടുക്കുന്ന വെള്ളത്തിന് പറയുന്ന പേര് ഓർമ്മയുള്ളവർ കൈബുക്ക് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. വുളു എടുക്കുന്ന വെള്ളത്തിന് പറയുന്ന പേര്. കുളിയുടെ വെള്ളത്തിനും ഗുസ്ലി എന്ന് പറയും, കുളിയുടെ വെള്ളത്തിനും ഗുസ്ലി എന്ന് പറയും, കുളിക്കും ഗുസ്ലി എന്ന് പറയും. എന്നാൽ വുളു ചെയ്യുന്ന വെള്ളത്തിന് പറയുന്ന പേര് തഹൂറല്ല, ആ അർത്ഥത്തിലല്ല. വുളു എടുക്കാൻ പറ്റുന്ന വെള്ളമല്ല, വുളു എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമുണ്ട്, ആ വെള്ളത്തിന് പറയുന്ന പേര്. നമ്മൾ ഫത്ഹുൽ മുഈനിൽ വന്നിരുന്നു, ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. വുളു ചെയ്യുന്ന വെള്ളത്തിനൊരു പേര്. അതെ, അബു സഫീദ മുജീബ് റഹ്മാൻ ഉസ്താദ്, റഹ്മാൻ ഉസ്താദുണ്ട്. തെറ്റൊക്കെ തിരുത്താൻ ഉസ്താദുമാരൊക്കെ മുന്നോട്ട് വരണമെന്ന് പ്രത്യേകിച്ച് മുജീബ് റഹ്മാൻ ഉസ്താദിനെ പോലുള്ള ഉസ്താദുമാരോട് ആവശ്യപ്പെടുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ സഹകരണവും പ്രതീക്ഷയുമാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യും. ഏതായാലും വദൂ അല്ലെ, വദൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന് പറയും വദൂ. അതേസമയത്ത് കുളിന്റെ വെള്ളത്തിന് തന്നെ എന്ത് പറയും? ഗുസ്ലി എന്ന് പറയുന്ന. അതാണ് പറഞ്ഞത് വബി ലമ്മിഹ. ഗൈനിന് ലമ്മോടുകൂടി മുസ്തറക്കുന്നത് കൂറായ പ്രയോഗമാണ്, സംയുക്ത പ്രയോഗമാണ്. ബൈനൽ ഫിഅലി പ്രവർത്തനത്തിന്റെയും ഇടയിൽ കുളി എന്ന പ്രവർത്തനത്തിന്റെയും വമാഇൽ ഗുസ്ലി കുളിയുടെ വെള്ളത്തിന്റെയും ഇടയിൽ സംയോജിതമായ സംയുക്തമായ ഒരു പ്രയോഗമാണ്. വമൂജിബുഹു കുളിയെ നിർബന്ധമാക്കുന്ന കാര്യം. വമൂജിബുഹു കുളി നിർബന്ധമാകുന്ന കാര്യം. അർബഅത്തുൻ നാലെണ്ണമാകുന്നു. 4 കാര്യങ്ങൾ മുഖേനയാണ് കുളി നിർബന്ധമാകുക. വുളുഓ
വുളു നിർബന്ധാകുന്ന കാര്യങ്ങൾ എത്ര സുഹൃത്തുക്കളെ ഒന്ന് പറ. കുളി നിർബന്ധാകുന്ന കാര്യം 4. ഫത്ഹുൽ മുഈൻ പറഞ്ഞതനുസരിച്ച് കുളി വുളു നിർബന്ധാക്കുന്ന കാര്യങ്ങൾ എത്രയാ? ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. വുളു നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ. വുളു ചെയ്യൽ അനിവാര്യമാകുന്ന കാരണങ്ങൾ എത്ര? ചോദ്യം വേണ്ടതുപോലെ മനസ്സിലായി കാണൂല അല്ലേ? അതുകൊണ്ടായിരിക്കാം പ്രതികരിക്കാന്ന് അതെ, ഓക്കെ. അബു ഹസൻ പ്രതികരിച്ചിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹ. അത് 4 കുളിയെ വുളുവിനെ നിർബന്ധാക്കുന്ന കാര്യം 4 അബൂ സഫീദ 5 തെറ്റിയത് എന്താന്ന് മനസ്സിലായിട്ടില്ല. 4 വുളു മുറിക്കുന്ന കാര്യങ്ങൾ 4. അപ്പൊ ആ 4 തന്നെയാണ് വുളു നിർബന്ധാക്കുന്ന കാര്യങ്ങളും അല്ലെ? അബൂ സഫീദ 5 ടെക്സ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും പ്രത്യേകമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണം. വുളു മുറിക്കുന്ന കാര്യം ഏതാണോ അതാണ് വുളു നിർബന്ധാക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് തന്നെയാണ് കുളിയെ നിർബന്ധാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അശുദ്ധിക്കാരനല്ലാത്ത നിന്നെ അശുദ്ധിക്കാരനാക്കുന്ന പണി എന്താ? ഓക്കെ. മൂജിബുഹു അർബഅത്തുൻ. വുളുഇനെ കുളിയെ നിർബന്ധമാക്കുന്ന കാര്യം 4. അഹദുഹ, അതിൽ ഒന്നാമത്തേത് ഖുറൂജു മനിയിഹി, ഒരാളുടെ മനിയ് പുറപ്പെടൽ, ഒരാളുടെ ഇന്ദ്രിയം പുറപ്പെടലാണ് അവൻ ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരാളുടെ മനിയ് താൻ ഭാര്യയുമായി ബന്ധപ്പെട്ടു, അങ്ങനെ ഭാര്യയിലൂടെ ഭർത്താവിന്റെ മനിയ് വന്നു. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ മനിയ് വന്നതിന്റെ പേരിൽ എന്ത് ചെയ്യില്ല, കുളി നിർബന്ധമാകൂല. അത്തരം സന്ദർഭങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ആദ്യത്തിൽ മനിയ് പുറപ്പെടലാണ് എന്ന് പ്രയോഗം നടത്തിയത്. വയോറഫു, ആ മനിയിനെ അറിയപ്പെടും ബി അഹദി ഖവാസിഹി സലാസ്, അതിന്റെ 3 പ്രത്യേകതകളിൽ ഏതെങ്കിലും ഒരു പ്രത്യേകത കൊണ്ട് മനിയാണെന്ന് തിരിച്ചറിയാൻ 3 പ്രത്യേകതകളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേകതകളെ കൊണ്ട് മനിയാണെന്ന് തീരുമാനിക്കപ്പെടാം, തിരിച്ചറിയപ്പെടാം. ഏതൊക്കെയാണ്? മിൻ തലദ്ദുദിൻ ബി ഖുറൂജിഹി, അത് പുറപ്പെടൽ മുഖേന ആനന്ദമുണ്ടാവലിനാൽ. മിൻ തലദ്ദുദിൻ ബി ഖുറൂജിഹി, മനി പുറപ്പെടൽ മുഖേന ആനന്ദമുണ്ടാവലിനാൽ. ഔ തദഫുഖിൻ, അല്ലെങ്കിൽ തട്ടിത്തട്ടി പുറപ്പെടലിനാൽ, ഘട്ടം ഘട്ടമായി പുറപ്പെടുക, തട്ടിത്തട്ടി പുറപ്പെടുക. ഔ രീഹി അജീനി, അല്ലെങ്കിൽ ഗോതമ്പ് മാവിന്റെ വാസന ഉണ്ടാവുക. റത്തുബൻ, പച്ചയായ നിരക്ക്, പച്ചയായ സന്ദർഭത്തിൽ ഗോതമ്പ് മാവിന്റെ വാസന, ഗോതമ്പ് മാവിന്റെ വാസന, അല്ലെങ്കിൽ ഈത്തപ്പനയുടെ വാസന. വബയാളി ബൈലിൻ, അല്ലെങ്കിൽ മുട്ടയുടെ വെളുപ്പിന്റെ വാസന. ജാഫൻ, ഉണങ്ങിയാൽ ഈത്തപ്പന ഉണങ്ങിയാൽ മുട്ടയുടെ വെളുപ്പിന്റെ വാസന. പച്ചയായി നിൽക്കുമ്പോൾ ഗോതമ്പ് മാവിന്റെ വാസന. ഈ 3 കാര്യങ്ങളെ കൊണ്ട് മനിയിനെ തിരിച്ചറിയപ്പെടാം. ഈ 3 കാര്യങ്ങളും ഇല്ല എങ്കിൽ അത് മനിയല്ലാന്ന് തീരുമാനിക്കാവുന്നതുമാണ്. ഫഇൻ ഫുഖിദത് ഹാദിഹിൽ ഖവാസ്, അപ്പോൾ മതിയോ മറ്റെന്തെങ്കിലും ആയിരിക്കും. ഈ 3 കാര്യങ്ങളും ഇല്ല എങ്കിൽ അത് മനിയല്ല. ഫഇൻ ഫുഖിദത് ഹാദിഹിൽ ഖവാസു, ഈ പ്രത്യേകതകൾ ഇല്ലാതെയാക്കപ്പെട്ടാൽ ഫലാ ഗുസ്ല, കുളിയില്ല എന്ന് പറഞ്ഞാൽ കുളിയില്ല. കാരണം അവന് ജനാബത്തായിട്ടില്ല, അവൻ അശുദ്ധിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എങ്കിലും ലൗ ശക്ക, അവൻ സംശയിച്ചാൽ ഫീ ഷൈഇൻ, ഒരു വസ്തുവിൽ, അവന്റെ മുൻധാനത്തിലൂടെ എന്തോ ഒരു വസ്തു വന്നു. ആ വസ്തുവിനെ കുറിച്ച് അവൻ സംശയിക്കുന്നു. ആ ഹുവ മനിയുൻ, ആ മനിയുൻ ഹുവ ഔ മദിയുൻ, ഇത് മനിയാണോ അല്ലെങ്കിൽ വികാരജലമാണോ? മനിയാണോ അല്ലെങ്കിൽ മതിയാണോ? മതി എന്ന് പറഞ്ഞാൽ വികാരജലം. വികാരമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പുറപ്പെടുന്ന ഒരു പശർമ്മയുള്ള വെള്ളത്തിനാണ് മതി എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഫത്ഹുൽ മുഈനിൽ തന്നെ ആ ഭാഗം വരുന്നുണ്ട്. അപ്പം വികാരജലമാണോ മനിയാണോ എന്നൊരാൾ സംശയിച്ചാൽ അവനെന്ത് ചെയ്യണം? തഖയ്യറ, അവനക്ക് ഇഷ്ടം പ്രവർത്തിക്കാം. വലൗബി തശഹി, അതോ അവന്റെ ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത്. അവനക്ക് കുളിക്കാൻ മടിയുണ്ട്, അപ്പം പിന്നെ മതിയാക്കാണെങ്കിൽ, അല്ലെങ്കിൽ കുളിക്കാനാ സൗകര്യം എന്നാ പിന്നെ മനിയോ ആക്കാം. അതാണ് തഖയ്യറ, അവൻ ഇഷ്ടം പ്രവർത്തിക്കാം. ലൗ ശക്ക ഫീ ഷൈഇൻ, വല്ല വസ്തുവിലും ഒരാൾ സംശയിച്ചാൽ, ആ മനിയുൻ ഹുവ ഔ മദിയുൻ, ഇത് മനിയാണോ മതിയാണോ എന്ന് സംശയിച്ചാൽ തഖയ്യറ, അവൻ ഇഷ്ടം പ്രവർത്തിക്കാവുന്നതാണ്. വലൗ ബിത്തശഹി, അത് അവന്റെ ഇഷ്ടാനുസരണമാണെങ്കിലും ശരി. വലൗ ബിത്തശഹി, അവന്റെ ആഗ്രഹം കൊണ്ടാണെങ്കിലും ഇഷ്ടാനുസരണമാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഫഇൻ ശാഅ ജഅലഹു മനിയൻ, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ മനിയാക്കുക. വഗ്തസല, എന്നിട്ട് കുളിക്കുകയും ചെയ്യുക. ഔ മദിയൻ, അല്ലെ മതിയാക്കാം. വഗസലഹു, എന്നിട്ടത് കഴുകുക. വതവല്ല, അപ്പം വുളു എടുക്കേണ്ടി വരും. കാരണം മതി വന്നാൽ വുളു മുറിയും, അപ്പം വുളു എടുക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെയാവാം.
സമയം അല്പം വൈകിയിട്ടുണ്ട്, അല്പം ക്ഷീണവും ഉണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകൂല, വ്യാഴാഴ്ചയാണ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉണ്ടാകൂല. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയമുള്ളവർ, അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയമുള്ളവരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. മൈക്കിലേക്ക് വന്ന് സംശയം ചോദിക്കേണ്ട ഒരു സന്ദർഭമാണ്. ചോദിക്കുന്നവർ മൈക്കിലേക്ക് സ്വാഗതം ചെയ്യാണ്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്താം. ആരും മൈക്കിലേക്ക് വന്ന് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലർക്കൊക്കെ മടിയായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നിങ്ങൾക്കൊക്കെ മൈക്കിൽ വരാനും ചോദിക്കാനൊക്കെയുള്ള ചോദിക്കാനൊക്കെ സൗകര്യപ്പെടുന്ന സന്ദർഭം കൂടിയാണ്. അല്ലാതെ ചില സഹോദരങ്ങൾ പ്രത്യേകിച്ചൊന്നും ക്ലാസ്സും അങ്ങനെ പ്രസംഗവും ഇതൊന്നും പറയാത്തവരാകും, മൈക്കിലൊന്നും വരൂല. അപ്പൊ അങ്ങനത്തെ സഹോദരങ്ങൾക്ക് കൂടി സൗകര്യപ്പെടുന്നതാണ് ഈ ചോദ്യോത്തര വേദി. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് അറിയാത്തത് പഠിക്കാൻ, നമുക്കറിയുന്നതിന് മറ്റുള്ളവർക്ക് അറിയാത്തതാണ്, ആവശ്യമുള്ളതാണെന്ന് തോന്നുന്ന ചോദ്യങ്ങളാണെങ്കിൽ അതും ചോദിച്ച് നമുക്ക് പഠിക്കാൻ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ചോദ്യോത്തരങ്ങളിലൂടെയുള്ള ക്ലാസ് ആയിരിക്കും ഒന്നുകൂടി ഉപകാരപ്പെടും. നമ്മൾ ഒരുപാട് ഇങ്ങനെ എടുത്തു പോകുന്നതിലുപരി വിഷയങ്ങൾ ഇങ്ങനെ ചോദിച്ചും പഠിച്ചുമാകുമ്പോൾ ഒന്നുകൂടി കൂടുതൽ ദൃഢമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും അതിന്റെ വിഷയവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യവും കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ ഒന്നുകൂടി ക്ലാസ് നമുക്കൊക്കെ ഉപകാരപ്പെടും. ഉപകാരപ്പെടാനാണല്ലോ ഈ ക്ലാസ് നമ്മൾ നടത്തുന്നത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരിക, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ആരും മൈക്കിലേക്ക് വരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതൊക്കെ നമുക്ക് ഉപകാരപ്രദമായ ഒരു കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നാളെ പരലോകത്തും വലിയൊരു സൽക്കർമ്മമായി അല്ലാഹു നമുക്കിത് ഉപകാരപ്രദമാക്കി തെരുമാറാവട്ടെ. നമ്മിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെ അല്ലാഹു അവർക്കും നമുക്കൊക്കെ അല്ലാഹു പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ചു തരുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. അപകട മരണങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും അല്ലാഹു നമ്മയും വേണ്ടപ്പെട്ടവരെയും, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി സംബന്ധം, കിഡ്നി ഫെയിലി തുടങ്ങിയതൊക്കെ ഇന്ന് സർവ്വസാധാരണമായ ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും ഭാര്യ സന്താനങ്ങളെയും നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് ദുആയിനേൽപ്പിച്ചവരെയൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമിനോടൊക്കെ ദുആയിനേൽപ്പിക്കുന്ന സഹോദരങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും SKSF-ന്റെയും SYS-ന്റെയും ഒക്കെ ഉസ്താദുമാർ, നേതാക്കൾ, അല്ലാഹു അവർക്കൊക്കെയും ഇത്തരം പ്രയാസങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ സംരക്ഷണം തരുമാറാവട്ടെ. നമ്മയും അവരെയും അല്ലാഹു കാക്കുമാറാവട്ടെ. അത്തരം രോഗങ്ങളിലും മറ്റും ശയ്യാവലംബികളായി രോഗികളായി കിടക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു ശിഫയിൽ ഖൈർ ഉണ്ടെങ്കിൽ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണമാണ് ഖൈറെങ്കിൽ ഈമാൻ സലാമത്തിലായ മരണം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരം രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിക്കാനും അത് അല്ലാഹുവിന്റെ ത്വാഅത്തിലായി വിനിയോഗിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകൾ ഓരോന്നും വൈജ്ഞാനികമായി അപ്രകാരം സാമ്പത്തികമായി ശാരീരികമായി അല്ലാഹു ചെയ്ത നിഅമത്തുകളെല്ലാം ഒന്നിനും നന്ദി ചെയ്യാൻ നമുക്ക് കഴിയാറില്ല. അല്ലാഹു ആ നിഅമത്തുകൾ നമ്മുടെ നന്ദികേടിന്റെ ഊക്കുകൊണ്ട് അല്ലാഹു പിൻവലിക്കാതിരിക്കുകയും നിഅമത്ത് നിലനിർത്തി തരികയും അതോടൊപ്പം ശുക്ർ ചെയ്യാനുള്ള ഒരു ബോധവും കഴിവും സന്മനസ്സും നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. എല്ലാറ്റിലും ഉപരി ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, അവർക്കൊക്കെ അല്ലാഹു ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഉഖ്റവിയായ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം ഗർഭിണികളായ സഹോദരിമാർ, ഭാര്യമാർ, വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, അല്ലാഹു സുഖപ്രസവം പ്രദാനം ചെയ്യുമാറാവട്ടെ.